ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, എൻ്റെ പേര് നൈന, കാലിക്കറ്റ്, തിരുവമ്പാടി. നമ്മൾ ഏത് നല്ലൊരു കാര്യം തുടങ്ങുന്ന സമയത്തും നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന ഈശ്വരനിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന ശക്തിയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക്, കേരളത്തിലേക്ക് ഈ ബയോടോറിയത്തിന്റെ ദീപശിഖയുമായി വരികയും ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും സമ്പത്തും പ്രദാനം ചെയ്തുകൊണ്ട് വളരെ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ തന്നെ വളരെ വലിയൊരു അച്ചീവ്മെന്റ് നേടിയെടുത്ത നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറിനെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മൾക്ക് അറിയാം, നമ്മുടെ കൂടെ ഒത്തിരി ഗ്രേറ്റ് ലീഡേഴ്സ്, അഭിലാഷ് സാറിനെ പോലെയും മിനി സാറിനെ പോലെയും സജി സാറിനെ പോലെയൊക്കെ ഉള്ള, ഹംസ സാറിനെ പോലെയൊക്കെ ഉള്ള ഒത്തിരി ഗ്രേറ്റ് ലീഡേഴ്സ് അത് രാവിലെ തന്നെ നമ്മുടെ സൂമിൽ വരികയും ഒത്തിരി അറിവുകൾ നമുക്ക് തന്നുകൊണ്ട് മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഗ്രേറ്റ് ലീഡേഴ്സിനെ എല്ലാവരെയും ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ കണി കണ്ടുണരുന്ന കുറെ മുഖങ്ങളുണ്ട് അത് രാവിലെ തന്നെ. അപ്പൊ സലീം സാർ, ഗീത മേഡം, അതേപോലെ തന്നെ ഒത്തിരി ലീഡേഴ്സ് അത് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു സൂം പ്രോഗ്രാം വളരെയധികം എനർജറ്റിക് ആയിട്ട് അതിരാവിലെ മാറ്റുന്ന കുറെ ലീഡേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു 6 മണിക്ക് അതിയായി നമുക്ക് ഈ ഒരു സൂം ഈ ബയോടോറിയത്തിൽ വരികയും അതിൽ നിന്ന് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കണം, അതൊരു അച്ചീവ്മെന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് അറിവുകൾ ആവശ്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇതിൽ കയറിയിരിക്കുന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇന്നലെ വളരെ വലിയൊരു, നമുക്കറിയാം, ഒരു 2 ഡേ ട്രെയിനിങ് ക്യാമ്പ് മിനി സാറ് സംഘടിപ്പിച്ചിരുന്നു, വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ സാറ് നമ്മളെല്ലാരെയും ക്ഷണിച്ചത് വളരെയധികം നമുക്കൊക്കെ തന്നെ, എനിക്ക് തോന്നുന്നു അതിലൊരു ഫിൽട്രേഷൻ ആണ് സാറ് നടത്തിയതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, വിജയിച്ച ഏതൊരു ലീഡേഴ്സിനും നല്ലൊരു പെയിൻ എടുത്തിട്ടാണ് അവർ വിജയത്തിലേക്ക് എത്തിയത്. അപ്പം വിജയം എന്ന് പറഞ്ഞാല് അത്ര എളുപ്പമല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പൊ അതിന്റെ പിന്നിൽ കുറെ എഫേർട്ടുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് പ്രോഗ്രാമുകൾ തന്നെയാണ് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മിനി സാറ് ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് ഈ ഒരു പ്രത്യേക കാലാവസ്ഥയിലായിരുന്നു. അതായത് നമുക്ക് എല്ലാവരും ശരിക്കും ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുക ഒരു AC ഹാളിൽ വെച്ചിട്ടായിരിക്കും. പക്ഷെ നമുക്കൊക്കെ ഇന്നൊരു നാച്ചുറൽ ആയിട്ട് ഒരു വനാന്തരത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ ശരിക്കും എല്ലാരും തന്നെ ഞെട്ടിയൊരു കാര്യമാണ്. കാടിന്റെ ഉള്ളില് എങ്ങനെ ഇത് സംഘടിപ്പിക്കും, കാട്ടുമൃഗങ്ങൾ ഉണ്ടാവുമോ, അട്ട ഉണ്ടാവുക, വയനാടാകുമ്പോ നമ്മളൊക്കെ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ. പക്ഷെ അത്രയും പേടിച്ചുകൊണ്ടാണെങ്കിലും നിങ്ങൾ സാറ് പറഞ്ഞത് ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ നിങ്ങക്ക് ഇതിനകത്ത് വിജയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ള ആളുകൾ അവരുടെ ടീമിനെ ആയിട്ട് വരിക. അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി അവിടെ ആരും അത്ര സുഖ സൗകര്യങ്ങളോട് കൂടി ആ 2 ദിവസം കിട്ടുന്ന ആരും വിചാരിക്കേണ്ട, നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാറ് നമ്മളെ ക്ഷണിച്ചത്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഈ പറഞ്ഞ ഭയത്തോടു കൂടി തന്നെയാണ് എല്ലാവരും എത്തിയത്. പക്ഷെ നമുക്കൊക്കെ വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 40ഓളം ലീഡേഴ്സ് അവിടെ എത്തിച്ചേരുകയും വളരെ വലിയൊരു അനുഭവം, ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്കൊക്കെ കിട്ടിയത്. അപ്പം അവിടെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് മനോജ് സാറ് വന്നിരുന്നു, ഷാജി സാറ് വന്നിരുന്നു, അതേപോലെ സജ്ജു സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഫാമിലിയോട് കൂടി വന്നിരുന്നു. അപ്പൊ അത്രയും നമുക്ക് എല്ലാവർക്കും തന്നെ വിജയിക്കാൻ വേണ്ട ഓരോ കാര്യങ്ങൾ ഇപ്പം AC ഹാളിൽ മാത്രം ഇരുന്നിട്ടല്ല നമുക്കിതെല്ലാം പഠിക്കാൻ കഴിയുന്നത് എന്ന് തെളിയിച്ചതാണ് മിനി സാർ അവിടെ. അപ്പൊ എല്ലാ റിസ്ക്കും ഏറ്റെടുത്ത് കൊണ്ടാണ് എല്ലാവരും അവിടെ എത്തിച്ചേർന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ ട്രെയിൻ സെക്ഷൻ കൈകാര്യം ചെയ്തു തന്നത് രമേശ് സാറാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, സാറ് കണ്ണൂർ ജയിലില് തടവിലിരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ക്ലാസ് എടുക്കുകയും ഒത്തിരി ടീച്ചേഴ്സിനും ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ഒരുപാട്
സമൂഹത്തിലുള്ള പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് മീറ്റിങ്ങുകളിൽ എത്തിച്ചേരുക, അവർക്കെല്ലാം മെന്ററും ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാറായിരുന്നു. സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളെല്ലാം വിജയിക്കാൻ വന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലിങ്ങനെ ലീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ വിജയിക്കാൻ വന്ന ആളുകളാണ്. ഇതിനു മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എവിടെയോ എന്തൊക്കെയോ ചില പോരായ്മകൾ നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് എവിടെയാണെന്ന് നമ്മുടെ ബ്രെയിനിൽ എന്താണ് നമ്മുടെ ന്യൂറോ പാത്വേയിൽ നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്നത്, അത് അവിടെ മാറ്റിയിട്ട് പുതിയത് എന്ത് ഫിറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രത്യേക ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ അവിടെ എത്തിയ ആ എല്ലാ ലീഡേഴ്സും തന്നെ നമുക്കറിയാം വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒത്തിരി ലീഡേഴ്സിനകത്തുണ്ട്. മനഃപൂർവ്വമല്ല, വിജയിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു ക്ലാസ് കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത കുറെ ആളുകളുണ്ട്. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമല്ല. നമുക്ക് കണ്ണൂര് വെച്ചിട്ട് ഇതേ ക്ലാസ് തന്നെ നമുക്ക് സാറ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ലീഡേഴ്സും നമ്മുടെ കൂടെ വരുന്ന എഫേർട്ട് എടുക്കാനും വിജയിക്കണം താല്പര്യമുള്ള ആളുകൾ എല്ലാവരെയും നമുക്ക് ആ ഒരു മീറ്റിങ്ങിലേക്ക് എത്തിക്കുകയും ഈ ഒരു അറിവ് സാറിന്റെ കൈകളിൽ നിന്ന് നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇനി ആ ഒരു അതായത് ഈ മാസം സെപ്റ്റംബർ 13 ശനിയാഴ്ചയാണ് കണ്ണൂരിൽ വെച്ചിട്ടുള്ള പ്രോഗ്രാം. അപ്പം ഇന്നലെ ആ ഒരു 2 ഡേ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത എല്ലാ ലീഡേഴ്സും ആ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേരുകയും നമുക്ക് മുന്നോട്ട് എങ്ങനെ വിജയിക്കാം. നമ്മളെല്ലാവരും ഗോൾ സെറ്റ് ചെയ്യുന്ന ആളുകളാണ്. പല ഗോളും സെറ്റ് ചെയ്യും, പക്ഷെ അത് പ്രാവർത്തികമാക്കാറില്ല. എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. പക്ഷെ അത് ഇനി എങ്ങനെ നമുക്ക് ആ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് അത് അച്ചീവിലേക്ക് എത്തിച്ചേരാമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു സാറാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു പ്രോഗ്രാമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ. നമുക്ക് ഇന്നിവിടെ നമ്മുടെ ഒരു ലീഡർ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലാണ് നമ്മുടെ ഒരു ലീഡർ മുന്നോട്ട് പോവേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഒരു ലീഡർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഇവിടെ ക്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേറ്റ് ലീഡർ അവൈലബിൾ ആണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വടകര സ്വദേശിയാണ് മിനി സാറ്. ബയോമാഗ്നറ്റിസത്തിലും അതേപോലെ തന്നെ യാതൊരു ടീം നോക്കാതെ നമുക്ക് എല്ലാവർക്കും ട്രെയിനിങ് തന്നുകൊണ്ട് നല്ലൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള യങ് ആൻഡ് എനർജറ്റിക് ലീഡർ ആയിട്ടുള്ള മിനി സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക്, അതായത് ഒരു ലീഡർ എങ്ങനെയായിരിക്കണം എന്നുള്ള അതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ സാറിന് നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പൊ സാറിനെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് എല്ലാവരുടെയും അനുവാദത്തോടെയും വളരെയധികം സ്നേഹത്തോടെയും ആദരവോടുകൂടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മിനി സാർ. താങ്ക് യു മാഡം. ഗുഡ് മോർണിംഗ് ഓൾ. ഇതിൽ എന്നും കാണുന്ന മുഖങ്ങൾ തന്നെ എന്നും കാണുന്നത്. ഒരു പടി ഉയരാൻ ആഗ്രഹിക്കുന്ന ആള് ഒന്ന് വീഡിയോ ഓൺ ആക്കിയാൽ നന്നായിരിക്കും. രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് ഇന്നലെ രാത്രി ഒരു സൂമിന്റെ ലിങ്ക് കിട്ടിയപ്പോ അതില് ലീഡർഷിപ്പ് എന്നുള്ളൊരു ടോപ്പിക് കണ്ടപ്പോ എനിക്കും ലീഡർ ആയാ കൊള്ള എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും കയറിയിട്ടുണ്ടാവാം. എല്ലാത്ത ആൾക്കാരും കയറില്ലല്ലോ. ആദ്യം വേണ്ടത് മറന്നേക്ക് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അത് ഇവിടെ തുടങ്ങണം എന്നുള്ളതാണ് എപ്പോഴും പറയുന്നത്. നമ്മൾ ഉടുപ്പ് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒരു ലീഡർക്ക് ആദ്യം വേണ്ടത്. എന്നാൽ ആളുകളെ ഫോളോ ചെയ്തോളൂ. നിങ്ങൾ വിഷയം വേണം ലീഡർക്ക്. നമുക്കൊരു ചെറിയൊരു 5 മിനിറ്റിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഒരു എൻജോയ്മെന്റ്. Great leaders don't set out to be a leader. They set out to make a difference. It's never about the role, always about the goal. Here's the 7 lessons we can learn from the geese. Number 1. Sharing a common goal. As each goose flaps its wings, it creates uplift and aerodynamics orientation that reduces air friction for the birds that follow.
By flying in a V formation, the whole flock achieves a 70% greater flight. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാറേ. ഓക്കെ. ഇത് ലീഡർഷിപ്പിലേക്ക് പോകുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയ വീഡിയോ യൂട്യൂബ് കിട്ടും. യൂട്യൂബിൽ നിന്ന് ഞാൻ ഇപ്പൊ വീഡിയോ ട്രൈ ചെയ്തത്. ഇതിലെ ദേശാടന പക്ഷികൾ സഞ്ചരിക്കുന്ന ഒരു രീതിയും അവയുടെ ഒരു ക്വാളിറ്റിയും ഒരു ലീഡർക്ക് എന്താണ് ലീഡർ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് വീഡിയോ. അത് ഒന്നാമത് പറയുന്നത് വെച്ചാൽ ഒരു ടീം എപ്പോഴും ഒരു ഗോളിന് നേരെ ആയിരിക്കണം സഞ്ചരിക്കേണ്ടത്. ആ സഞ്ചരിക്കുന്നത് ഇങ്ങനെ ഒരു വി ഷേപ്പ് ആയിരിക്കും. നമുക്കും ഇതേപോലെ തന്നെ ലീഡർക്ക് ലെഫ്റ്റ് റൈറ്റ് എന്താണ് ജീനിയസ് വിന്നർ സൈഡ് അല്ലെ, നമുക്കും ഇതേപോലെ ഒരു ട്രീ വി ഷേപ്പ് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. Range than if each bird flew alone. Lesson: people who share a common direction and goal can get where they are going quicker and with less effort because they benefit from the momentum of the group moving around them. ഒരു കോമൺ ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ലീഡർക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ എഫേർട്ടിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ കാണാൻ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. ലെസ് എഫേർട്ട് മോർ റിസൾട്ട് എന്നാ. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടീമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Make sure your team is aligned towards a common goal. Number 2, increasing visibility. Flying in a V formation increases the visibility as every goose can see what's happening in front of them. The lesson here is to make our organizations visible in both org chart directions. Having top-down visibility enables leaders to stay connected with the edges of the organization to make better informed decisions. Bottom-up visibility enables teams to see the bigger picture, engages them, and empowers them to better align themselves with the organizational objectives. If we have as much sense as a goose, we will stay in formation, joining those heading in the direction we want to go. The sense of community emerges with a willingness to work as a team. Not only is it more efficient, the flock together has better visibility of its surroundings and is more visible as a collective. Number 3, having ഈ ഒരു വി ഷേപ്പിൽ പറയുന്ന സമയത്ത് സംഭവിക്കുന്ന വെച്ചാൽ വിസിബിലിറ്റി ഉണ്ടാവും, എല്ലാവർക്കും കാണാൻ പറ്റും എല്ലാരും. അതേപോലെ നിങ്ങൾ ട്രീ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എല്ലാരെയും കാണാൻ പറ്റണം ഒരു ലീഡർക്ക്. അല്ലാതെ അവിടെ ഈഗോ ഉണ്ടാവാൻ പാടില്ല. കണ്ണുണ്ടായാൽ പോരാ, കാണണം. എന്ത് ചെയ്യണം, എല്ലാവരെയും കണ്ടുകൊണ്ട് എല്ലാവരുടെ അച്ചീവ്മെന്റും എല്ലാവരുടെ ലക്ഷ്യങ്ങളും എല്ലാവരുടെ സ്വപ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് നേരെ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അതിലേക്ക് എത്തിക്കാൻ വേണ്ടി എഫേർട്ട് ഇടുന്ന ആളായിരിക്കണം ഒരു ലീഡർ. അത് പരസ്പരം എന്ത് ചെയ്യും, ഒരു ടീം ഒരു ഗ്രൂപ്പ് വർക്കിലേക്ക് പോകുന്ന സമയത്ത് കുറേ കൂടി എളുപ്പമാവുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. humility to seek help. When a goose falls out of formation, it suddenly feels the friction of flying alone. It then quickly adjusts its mistake and moves back into the formation to take advantage of the lifting power of the bird immediately in front of it. Lesson: be humble to admit the challenges we face and to seek help. അടുത്തൊരു പോയിന്റ് പറയുന്നത് മനുഷ്യത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ടീമിൽ വന്ന ആളുകൾ എന്ത് ചെയ്യും, പല തലങ്ങളിൽ നിന്നും ആളുകൾ ഉണ്ടാവും, പല കപ്പാസിറ്റിയുള്ള ആളുകൾ ഉണ്ടാവും, പലർക്കും പല മിസ്റ്റേക്കുകളൊക്കെ പറ്റും. ആ സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഈ പറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് ബേക്കിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, വേറൊരു പക്ഷി എന്ത് ചെയ്യും, അതിനെ കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ഈ 100 പേരുണ്ടെങ്കിൽ 99 രോഗികൾ ടീമിൽ വരുന്ന സമയത്ത് ഇത് നടക്കില്ല. ഒരു കഴിവും കപ്പാസിറ്റിയുള്ള കുറച്ച് ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവര് കൊണ്ടുപോയിക്കോളും വീക്കായ ആളുകളാണ്. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു വിഷൻ കൂടി ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. As soon as we get stuck, this humility will enable you and your team to move faster and achieve more. If we have the sense of a goose, we will openly and confidently acknowledge when we need help and gratefully accept the support that is offered, and will fly harder to stay up with the flock so we can all go longer distances with ease. നമുക്ക് ആ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്ന എല്ലാവരെയും എന്ത് ചെയ്യും, കെയർ ചെയ്യാനും സംരക്ഷിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നമുക്കൊരു മനസ്സുണ്ടാവും. ഒരു ലീഡർക്ക് അത് അത്യാവശ്യമാണെന്ന് പറയുന്നത്. Number 4, empowering others to lead. When the lead goose in the front gets tired, it rotates back into the formation and allows another goose to take the leadership position. Lesson: empower others to also lead. Micromanaging and keeping tight control will burn you out.
It will also disengage and demotivate others around you. People have unique skills, capabilities, and gifts to offer. Give them autonomy, trust, and a chance to shine, and you will be surprised with the outcomes. Number 5. അടുത്ത പറഞ്ഞിരിക്കുന്ന വെച്ചാല് നമുക്ക് ആരെങ്കിലും ഒന്ന് ഒരു വീക്ക് ആ സമയത്ത് എന്ത് ചെയ്യണം, വേറൊരാൾ എന്ത് ചെയ്യണം, അയാളെ കെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പകരം ഒരു ലീഡർഷിപ്പിലേക്ക് വരാനുള്ള ആളുകൾ ടീമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയാ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. എന്നെ കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. Always recognizing great work. The geese honk to recognize each other and encourage those up front to keep up their speed. Lesson: make sure we praise people and give them the recognition they deserve. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പക്ഷികൾ എന്ത് ചെയ്യും, പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗേഡ് ചെയ്യുന്ന പക്ഷികളൊക്കെ എന്ത് ചെയ്യും വെച്ചാൽ ഒച്ച വെച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യും, എന്ത് ചെയ്യും, അനുമോദിക്കും. നിങ്ങളുടെ ടീമിൽ അതുണ്ടോ നോക്കുക. നിങ്ങളുടെ ടീമിൽ 440 കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ ടീമിൽ വന്ന ആളുകൾക്ക് ഓരോ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് അവർക്ക് സ്റ്റേജ് കൊടുക്കണം, അവർ അംഗീകരിക്കണം, അവർക്ക് എന്ത് ചെയ്യണം, സപ്പോർട്ട് കൊടുക്കണം. ഏറ്റവും അംഗീകാരം ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഏറ്റവും എന്ത് ചെയ്യണം, ഉദാത്തമായ രീതിയിലുള്ള അംഗീകാരം കൊടുക്കണം. നിങ്ങളുടെ ടീമാണ്. ഇപ്പം BOP സെന്ററിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ റൗണ്ടാക്കി ഇരിക്കുന്ന സമയത്തെങ്കിലും റെക്കഗ്നേഷൻ കൊടുത്തൊരു പൂവോ ഒരു ബൊക്കെയോ അല്ലെങ്കിൽ മനോജ് സാറോ ഷായ് സാറോ മറ്റുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ടാവും, ഡാനി സാറ്, അഭിലാഷ് സാർ തുടങ്ങി, ബെന്നി സാർ തുടങ്ങി പലരും പല മേഖലകളിൽ പല ഏരിയയിലായതുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ കൈ കൊണ്ടെങ്കിലും ഒരു പൂവെങ്കിലും കൊടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഇതുവരെ എന്നുള്ളതാണ്. ഇനി മുതൽ അങ്ങനെ ആയിരിക്കണം, നമ്മൾ മാറണം. എല്ലാവരും അംഗീകാരം കിട്ടുന്ന സമയത്ത് നമ്മുടെ കൂടെ എന്ത് ചെയ്യും, അവർക്കൊരു വിശ്വാസം വരും, അവർ നമ്മളെ കൂടെ നിൽക്കുന്നുള്ളതാണ്. Of recognition is one of the main reasons team members are unsatisfied at work and quit. It's very common for people's efforts to go unnoticed by their peers in a busy and fast-moving work environment. However, remembering to constantly provide recognition and encouragement is vital, and it keeps teams motivated to achieve their goals. Number 6, offering support in challenging times. When a goose gets sick or wounded, 2 geese drop out of the formation and follow it down to help. ഓഫറിംഗ് സപ്പോർട്ട് എന്ന് വെച്ചാൽ അവര് വീക്കാകുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ ലീഡർ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നമില്ലാത്ത ഒരൊറ്റ ആളും ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരില്ല. അവർ കംഫർട്ട് സോണിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. നമുക്ക് അവര് നമ്മുടെ കൂടെ എന്ത് ചെയ്യുന്നു, കുറെ കാലം വർക്ക് ചെയ്തു, പിന്നീട് അവർ വീക്കായി. അപ്പൊ നമ്മൾ അന്വേഷിക്കണം എന്താണെന്നുള്ളത്. കാരണം ഒരു സപ്പോർട്ട് കിട്ടാത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്ത് അവരെ എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. അത് ഏറ്റവും നല്ല വഴി എന്ന് വെച്ചാൽ നല്ലൊരു പ്രോഗ്രാമിലേക്ക് അവരെ കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം, അതിന് എന്ത് വേണം, അതിന് ലീഡർക്ക് വിഷൻ വേണം, വിസിബിലിറ്റി വേണം. എന്റെ ടീമിൽ ഇന്ന ആളുകളുണ്ട് എന്നുള്ളൊരു ബോധം വേണം. ആ ബോധം ഇല്ലാത്ത ലീഡേഴ്സും നമ്മുടെ ഈ ടീമിൽ ഉണ്ടാവും. ചിലപ്പം എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും ഉണ്ടാവും. അപ്പൊ വ്യക്തത ഉണ്ടായിരിക്കണം ഒരു ലീഡർക്ക്. എന്റെ ടീമിൽ ആരൊക്കെയുണ്ട്, അവരുടെ കപ്പാസിറ്റി എന്താണ്, കഴിവെന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, ആ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കാനൊക്കെ പറ്റും എന്നൊക്കെയുള്ളത് എന്ത് ചെയ്യണം, ലീഡർക്കാണ് വേണ്ടത്. They stay with it until it dies or is able to fly again. Then they launch out with another formation or catch up with the flock. Lesson: standing by each other in difficult times. It's easy to always be part of winning teams, but when things get difficult and people are facing challenges, that's when your teammates need you the most. If we have the sense of a goose, we will stand by each other when things get rough, and we will willingly take the support and guidance that's an offer. Number 7. ഈ പറഞ്ഞ തന്നെയാണ്, സപ്പോർട്ടും ഓഫറിംഗും കൊടുക്കാൻ പറ്റുന്ന ടീമിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഒരു പ്രശ്നം, പ്രതിസന്ധി വരുന്ന സമയത്ത് ലീഡർ ആയിരിക്കണം അതിനെ ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. Staying committed to core values and purpose. The geese migration route. ഒരു കോർ വാല്യൂ ടീം ക്രിയേറ്റ് ചെയ്യണം. എപ്പോഴും നമ്മളൊരു നല്ല മൊറാലിറ്റി ഉള്ള നല്ല നോബിൾ ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കണം നമ്മുടെ ടീം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ബയോടൂറിസത്തിന്റെ ഏത് പ്രോഗ്രാമിൽ എവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോഴുള്ളൂ. ഒരു എല്ലാപ്പോഴും എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരു കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ഫിൽട്രേഷൻ നടക്കും. അത് ദൈവമായിട്ട് നടത്തുന്നുള്ളതാണ്. അപ്പൊ എന്തുണ്ടാകുന്ന വെച്ചാൽ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക്
പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോങ് ടേമിലേക്ക് റൺ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ഞാനിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒരു ലീഡർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കഴിവും കപ്പാസിറ്റിയും വിദ്യാഭ്യാസവും അറിവും ഒന്നും ആവശ്യമില്ല. ഒരു ലീഡർ ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞാൻ ലീഡറാണെന്ന് വിചാരിച്ചാൽ മതി. ആ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളെ തന്നെ മോൾഡ് ചെയ്യാൻ തുടങ്ങും ഓട്ടോമാറ്റിക് ആയിട്ട്. ആ മോൾഡിങ് പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് തടസ്സമാകുന്ന എന്താണ് കാര്യങ്ങൾ, അതേപോലെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ അങ്ങ് പോകും. ഇതൊരു 2-3 മണിക്കൂർ സംസാരിക്കേണ്ട വിഷയമാണ്. നിങ്ങളുടെ പേഴ്സണലി എനിക്ക് അറിയാത്ത കുറെ ആളുകളുണ്ട്. നോർമലി നമ്മൾ ഇത് കൊടുക്കാറുള്ളത് ഒരു ലീഡർഷിപ്പിലേക്ക് വന്ന ഒരാൾക്ക് അതിൽ പലതും നിങ്ങളെ വേദനിപ്പിക്കുന്നതായിരിക്കും, നിങ്ങളെ മോൾഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷെ അതൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഞാൻ അതിനെ ഒന്ന് ഷെയർ ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ കമ്പനി അല്ലെ, നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു ലോഗോ ആണിത്. ഈ ലോഗോ എല്ലാ കാലവും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും അല്ലെ. ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് ചോദിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് റെഡിയായാൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാമിന് അർത്ഥമുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഒരു അഡ്വാൻസ് ലെവല് ഒരു ലീഡർ എങ്ങനെയായിരിക്കണം അല്ലെ, അത് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ മുന്നിൽ കാണിച്ചു തരാൻ കുറെ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങളുടെ ഗ്രേറ്റ് അപ്ലൈ ലീഡേഴ്സ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ച് ലീഡർഷിപ്പ് എന്ന് വെച്ചാല് ഒരു ടീമിനെ നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു ലീഡർ അല്ലെ. ആ ലീഡർക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ ടീമിന് സ്പീഡ് ഉണ്ടാവും. എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ഏറ്റവും ഗ്രേറ്റ് ലീഡർ എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് നടപ്പിലാക്കുന്ന ഒരു ലീഡർ ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ MD ആണ് ഡോക്ടർ സാഗർ ജോഷി. കാലത്തിനും കാലഘട്ടത്തിനും അതീതമായിട്ടാണ് അദ്ദേഹത്തിന് പ്ലാൻ ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ പ്രോഗ്രാം, ഈ ഒരു ഫാമിലി ബോണസ് അടക്കം 6820 രൂപ കിട്ടുന്നതിന് പകരം ഒരു 3000 രൂപ കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ എന്തുണ്ടാവും? എല്ലാ ദിവസവും സെയിൽ ഉണ്ടാവും ടീമിൽ. ഇത് ഇന്നത്തെ കാലഘട്ടത്തിന് മാത്രമല്ല, ഒരു 5 വർഷം കഴിഞ്ഞാൽ ഏറ്റവും കംഫർട്ടായിട്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡെയിലി ഇൻകം പ്ലാൻ തന്നതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് എല്ലാവരുടെ അടുത്തും. കാരണം അതിന് തിരിച്ചറിവ് നമുക്കില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഒരു മാസം അത്യാവശ്യം ജീവിക്കാൻ എന്ത് ചെയ്യണം ആവശ്യമുണ്ട്. അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനു വേണ്ടി നമ്മളാരും പണിയെടുക്കാറില്ല. ആ പൈസ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ബയോട്ടോർ ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാസം എത്ര ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ പ്ലാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ ആളുകളാണ് ഇപ്പൊ ടീമിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്. ഡെയിലി സെയിൽ ഇല്ല, ഡെയിലി സീലിംഗ് ഇല്ല, ഡെയിലി സീലിംഗിൽ ലീഡർമാരില്ല. ഞാനിത് നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം നമ്മുടെ തിരിച്ചറിവ്, നമ്മുടെ പോരായ്മ മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫാമിലി ഒരു ലീഡർ തുടക്കത്തിൽ വന്ന ആളുകളല്ല, അവരെ മാറ്റി വെച്ചാല് മറ്റുള്ള ലീഡേഴ്സ് ഉണ്ട്, ലീഡർഷിപ്പിലേക്ക് വന്ന ആളുകളുണ്ട്. എന്റെ ടീമിൽ ഇപ്പൊ 5 പേര് ഒരു വൺ സൈഡിൽ ഒരു 5 സെയിൽ ഉണ്ടെന്ന് കൂടിക്കോ. അതിൽ 3 പേർക്ക് ഫാമിലി ബോണസ് കിട്ടുമല്ലോ. ആ 3 പേർക്ക് ഫാമിലി ബോണസ് കിട്ടുമ്പോൾ അതങ്ങ് വെച്ചു കൊടുത്തേക്കണം. അത് എനിക്കൊരു 100 BB കൂടി കിട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ലീഡർമാരാണ്. അതെപ്പോഴാണ് മനസ്സിലാവുന്നോ? നമ്മളെ മെയിൻ ഇതിലുള്ള ലീഡേഴ്സിന്റെ ഔട്ടർ സൈഡിലുള്ള ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഒരു 100 BB വെച്ച് കഴിഞ്ഞാൽ രാത്രി 11-12 മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം 1000-2000 BB കയറുന്ന കാണാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ടീമിലേക്ക് വിഷൻ ഇല്ല, നിങ്ങൾക്ക് വിസിബിലിറ്റി ഇല്ല ടീമിന്റെ അവസ്ഥയിലേക്ക്. കാരണം എവിടെയൊക്കെയോ ഈ ഉണ്ടായി പിടിച്ച് നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവര് ഇങ്ങനെ നോക്കും, ഐഡിയ ഓപ്പൺ ആക്കിയിട്ട് റണ്ണിങ് BB ഉണ്ടോ. ഈ സ്വഭാവം എന്ന് മാറ്റുന്നോ അന്ന് മുതൽ നിങ്ങളുടെ ടീം വിജയിക്കും, നിങ്ങളുടെ കൂടെ ടീം ഉണ്ടാവും. അത് നിങ്ങൾ എപ്പോഴൊന്നും മനസ്സിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും. എന്നോട് ദേഷ്യം തോന്നിച്ച് കാര്യമില്ല. കാരണം അങ്ങനെ പിടിച്ചു വെച്ച ആളുകളൊക്കെ ഒരു 5-6 അല്ലെങ്കിൽ മാക്സിമം 1 വർഷം ഉണ്ടാവും. എന്തുകൊണ്ടാ? ടീമിന്റെ ഉള്ളിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും. കാരണം ഞാൻ സെയിൽ കൊടുത്തല്ലോ, ഇപ്പൊ 3 ആഴ്ചയായല്ലോ, അവർ വെക്കുന്നില്ലല്ലോ, 4 ആഴ്ചയായി. ഈ പാവത്തിനാണെങ്കിൽ ഐഡിയ അടിക്കുന്നത് നിങ്ങൾ പഠിച്ചു കൊടുക്കില്ല. കാരണം അടിക്കുന്ന അറിയെങ്കിൽ അവർ വെക്കൂലേ? അത് അവർക്കറിയില്ല. അതുകൊണ്ട് അവര് ഗതികെട്ടിട്ട് നിങ്ങളെ കൂടെ നിൽക്കുകയാണ്. ഇപ്പൊ എന്തിന്റെ പുറത്ത്? നമ്മളെ പ്രോഗ്രാമിൽ വന്നിട്ട് കണ്ട ഉത്സാഹത്തിന്റെ പുറത്ത് മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ടിട്ട് എന്നെ പോലെ എനക്കും അതുപോലെ ആകാൻ പറ്റും.
എനിക്ക് ഷാജി സാറിനെ പോലെ, മനോജ് സാറിനെ പോലെ, ഡാനി സാറിനെ പോലെ, അതേപോലെ അഭിലാഷ് സാറിനെ പോലെ, സുധി സാറിനെ പോലെ, ശോഭാ മേഡത്തിനെ പോലെ, ചന്ദ്രമാഷിനെ പോലെ, അയന മേഡത്തിനെ പോലെ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളെ കൂടെ അവർ വരുന്നത്. ആ വിശ്വാസം നിങ്ങൾ ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ തച്ചടക്കുമ്പോഴാണ് ആളുകൾ നിങ്ങളെ വിട്ടുപോവുക. അതുകൊണ്ട് തന്നെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ഏറ്റവും സ്പീഡിലുള്ള ഒരു ലീഡർ ആവുക. ഒരു എഞ്ചിന്റെ സ്പീഡാണ് ട്രെയിനിന്റെ സ്പീഡ് അല്ലെ. ആ ട്രെയിനിന്റെ ബോയികളാണ് നിങ്ങളെ ഓരോ ഡൗൺലൈനിൽ ഐഡിയ അടിച്ച നിങ്ങളുടെ അസോസിയേറ്റ്സുകൾ. നമുക്ക് നമ്മുടെ മനോജ് സാറ് ഉണ്ട പിടിച്ച് ആണ് സെയിൽ അടിച്ച് പോയതെങ്കിൽ 10 മാസം കൊണ്ട് 1 കോടി ഒരിക്കലും കിട്ടില്ല അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. റാഷ് സലീം സാർ നമുക്ക് എന്താ ആവശ്യത്തിനും അല്ലെ. ഇവരെ ഒന്നും നന്ദിയോടെ ഓർമ്മിക്കാതെ നമുക്ക് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൽ മനോജ് സാർ വീക്ക് ആണെങ്കിൽ നമ്മൾ ടീം മൊത്തം വീക്കായിരിക്കും. മനോജ് സാറിന് എനർജി ഇല്ല, മനോജ് സാറിന് എന്തൂസിയാസം ഇല്ല, മനോജ് സാറിന് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ എന്താ സ്ഥിതി? ഈ ടീം നമ്മൾ ഈ പൊളിച്ചക്ക് 6 മണിക്ക് ഈ സൂം വെക്കുവോ അല്ലെങ്കിൽ ഈ കേരളത്തിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ ഏതെങ്കിലും ഒന്ന് നടക്കുമോ? ഇപ്പോഴും ഞാൻ പറയുന്നു, മനോജ് സാറിന് പകരം വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലീഡർ ഇവിടത്തേക്ക് കയറി വന്നിട്ടാണ് സത്യം. അദ്ദേഹം എപ്പോഴും ഇതിങ്ങനെ ബാണ്ടം ചുമന്ന് നടക്കുവാണ്. ഒരു വലിയ ടീമിന്റെ ബാണ്ടം ചുമന്നിട്ട് നടക്കുവാണ്. അദ്ദേഹം എന്ത് ചെയ്യണം? മറ്റുള്ള ആളുകളെ ലീഡർഷിപ്പിലേക്ക് എത്തിക്കാനുള്ള പണി അദ്ദേഹം മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ആരും അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരിധി വരെ സത്യം. ഇതിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ സ്വയം ഉത്തരവാദിത്തം എടുക്കുന്ന ലീഡർമാരുള്ളൂ. അത് അവനവനോട് ഓരോരുത്തരും ചോദിച്ചു നോക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾ അവനവനോട് ചോദിക്കുക എന്നുള്ളതാണ്. ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ പരസ്പരം സ്നേഹമാണ്. ലവ് മൂവ്സ് യുവർ ടീം ടുവേർഡ്സ് എ ഗോൾ. ഒരു വലിയ ലക്ഷ്യം അല്ലെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നല്ല പരസ്പര സ്നേഹം ഉണ്ടായിരിക്കണം, ഒരു ഐക്യം ഉണ്ടായിരിക്കണം. അത് കുടുംബത്തിലായാലും ടീമിലായാലും. എപ്പോഴാണോ സ്നേഹം കുറയുന്നത് അല്ലെങ്കിൽ അവിടെ സ്നേഹം പുളിക്കുമ്പോഴാണ് അത് അസൂയായി മാറുന്നത് അറിയാം അല്ലെ. സ്നേഹം കറക്കുമ്പോഴാണ് അത് ദേഷ്യമായിട്ട് മാറും. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ ടീമിൽ അസൂയയും കുശുമ്പും കുന്നായ്മയും ഈഗോയും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് വളരെ ശക്തമായി നിൽക്കുന്ന നിങ്ങളുടെ ടീം ചെതറി പോകും. നമ്മൾ ടീമുമായിട്ട് ഒരു ദിവസം ബോംബെയിൽ ഓഫീസ് കാണാൻ പോയ സമയത്ത് അവർ എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പൊ ടീമിൽ എപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ വരുന്ന അല്ലെ, നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവണം. ഇന്നലത്തെ കാര്യമൊക്കെ പറഞ്ഞുകൂടാ, വയനാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അവിടെ പുലിയുണ്ട്, കടുവയുണ്ട്, കരടിയുണ്ട്, സൗകര്യമുള്ളവർ വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതിനൊരു വ്യക്തമായൊരു ധാരണയും വിഷനും ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിനറോട് പറഞ്ഞത് 40 പേരെ ഞാൻ അവിടെ എത്തിക്കും. മനോജ് സാറിനോട് പറഞ്ഞത് ഞാൻ 40 പേരെ അവിടെ എത്തിക്കുന്നുണ്ട്. മനോജ് സാർ അടക്കം 41 പേരാണ് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സെലക്ട് ചെയ്യപ്പെട്ടൊരു 40 പേരാണ്. ആ 40 പേര് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള തീരുമാനം. കാരണം എല്ലാ ആൾക്കാരും ലീഡറാക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ വിളിക്കുമ്പോൾ ഏത് കാട്ടിലാണെങ്കിലും ഏത് മലമുകളിലാണെങ്കിലും വരുന്ന ആളുകളെ മാത്രമേ നമുക്ക് ലീഡേഴ്സ് ആക്കി മാറ്റാൻ പറ്റൂ. ഒരു ലീഡറെ കുറ്റം പറ്റിയ കാര്യമില്ല ഇതിന്. കാരണം നിങ്ങൾ നിന്ന് കൊടുക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ലീഡർ ആവാൻ പറ്റുള്ളൂ. ഇതിലേക്ക് നിങ്ങളെ ലീഡർ ആക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ പേടിയാണ്. ഈ സ്ക്രീനിൽ ഒരു പിക്ചർ കാണാൻ പറ്റും, ഒരു പേടിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയുടെ. ഈ അവസ്ഥയിലാണ് പലരും. ഒരു സൂമിൽ വീഡിയോ ഓൺ ആക്കില്ല, ഒരു BOP സെന്റർ പോയി എക്സ്പീരിയൻസ് പറയില്ല, ഒരു സ്റ്റേജിൽ കയറില്ല. ഒരു കുറെ കപ്പാസിറ്റിയും കഴിവുകളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഡയറക്ട് സെല്ലിങ്ങിൽ ഉള്ളതുപോലെ വേറൊരു സ്ഥലത്തും ഇതുപോലെ സാഹചര്യം കിട്ടില്ല. ഈ പേടി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പിൽ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും. ഒന്ന്, ഫോർഗെറ്റ് എവരിതിങ് ആൻഡ് റൺ. എല്ലാം മറന്നേക്കും, മതി, ബയോട്ടോറിയം വേണ്ട, ഒന്നും വേണ്ട, നീ തിരിഞ്ഞോടുക. ഇത്രയും കാലം ഓടിയില്ലേ ഇതേപോലെ പല കാര്യങ്ങളും, എന്താ പറയാ, പേടിച്ചോടിയില്ലേ തിരിഞ്ഞിട്ട്. ഇനി ഓടാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെ എത്തൂല. അപ്പൊ ഇത് ഈസിയാണ്. ഫോർഗെറ്റ് എവരിതിങ്, എല്ലാം മറന്നേക്കോ. വലിയ ആഗ്രഹത്തോടെ വന്നു അല്ലെ. ഒരു ദിവസം 6800 രൂപേന്റെ ഒരു ഫാമിലി ബോണസ് നേടിയാൽ 10 ദിവസം കൊണ്ട് 68,000 കിട്ടും എന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞപ്പോ മനസ്സിലാകുന്നത് ഇവിടെ ഇതൊന്നും അല്ല പരിപാടി. വേറെയും കുറെ പരിപാടി ചെയ്യാനുണ്ട്. 100 ആളോട് പറയുന്ന സമയത്ത് 10 പേര് പോലും ഇപ്പൊ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല അല്ലെ. ഇതൊക്കെ കാണുന്ന സമയത്ത് വീണ്ടും മൂഷിക സ്ത്രീ പഴയ രീതിയിലേക്ക് തിരിച്ചു ഓടിപ്പോകുന്ന കുറെ ആളുകളുണ്ടാവും. നിങ്ങൾ അങ്ങനെ ആവരുത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബി ബോൾഡ്. ധൈര്യത്തോടുകൂടി നെഞ്ചോട് എന്ത് ചെയ്യാ, ഒരു നെഞ്ചോടുകൂടി ഏറ്റെടുത്തിട്ട് ഫേസ് എവരിതിങ് ആൻഡ് റൈസ്. FEAR, ഫിയർ ആണ്. ഫിയർ 2 തരത്തിൽ നിങ്ങൾക്ക് കാണാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഫോർഗെറ്റ് എവരിതിങ് ആൻഡ് റൺ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫേസ് എവരിതിങ് ആൻഡ് റൈസ്. ഈ ഫേസ് എവരിതിങ് ആൻഡ് റൈസ് എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇന്നലെ കാട്ടിലെത്തിയതും ഇപ്പൊ ഈ സൂം കയറിയിരിക്കുന്നതും. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങൾ
ഓടാൻ തിരിഞ്ഞോടാനല്ല, നിങ്ങൾ മുന്നോട്ട് ഓടാൻ വേണ്ടി തയ്യാറായ ആളുകളാണ്. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിവില്ല, മനോജ് സാറിനുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. ക്ലിയർ ആണോ? അപ്പൊ എന്ത് സംഭവിക്കും? പേടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പേടി മാത്രമല്ല, പേടിയുടെ കൂടെ സംശയവും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനാക്ഷനിലേക്ക് പോകും. നിങ്ങൾ നിഷ്ക്രിയരായി പോകും. നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഇപ്പൊ 7 മണിക്ക് സൂം കഴിഞ്ഞ് 7:30 മണിയാകുമ്പോഴത്തേക്ക് ഫീൽഡ് പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും നിഷ്ക്രിയരായി നിൽക്കും. ഒരു ലീഡർ എന്ത് ചെയ്യണം? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, സാമ്പത്തികമാണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും മേറ്റർ ആണെങ്കിലും ശരി, എന്തൊക്കെയാണെങ്കിലും ശരി, രാവിലെ ഫീൽഡിലേക്ക് ഇറങ്ങണം. രാവിലെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെക്കാട്ടും കഴിവും കപ്പാസിറ്റി ആളുകൾ മാർക്കറ്റിൽ നിന്ന് കിട്ടും. നിങ്ങൾ നിഷ്ക്രിയരാണെങ്കിൽ, എന്നെ കേൾക്കുന്ന നിങ്ങൾ നിഷ്ക്രിയരാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു NDOP എങ്കിലും അറ്റൻഡ് ചെയ്യണം. അവിടെയാണ് നിങ്ങളുടെ സംശയങ്ങളും ഫിയറും ദൂരീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പൊ ആരുടെ ടീം, എവിടെ ടീം എന്ന് നോക്കണ്ട. ഞാനൊക്കെ NDOP അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് കാസർഗോഡ് വരെ പോയിട്ടൊക്കെ NDOP അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. NDOP അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട്, ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട, ഈ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും പേടിയും മാറും. അപ്പൊ എന്നെ കേൾക്കുന്ന ലീഡേഴ്സ്, നിങ്ങൾക്ക് 10 പേര് നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീക്കിൽ ഒരു NDOP വെക്കണം. അത് മനോജ് സാർ വെക്കട്ടെ, ഷായ് സാർ വെക്കട്ടെ, മറ്റുള്ള ലീഡർമാർ വെക്കട്ടെ, അഭിലാഷ് സാർ വെക്കട്ടെ, ഡാനി സാർ വെക്കട്ടെ എന്ന് വിചാരിച്ച്, ബെന്നി സാർ വെക്കട്ടെ. ഇങ്ങനെ ഞാൻ ഇപ്പൊ പേര് പറയുന്ന വെച്ചാൽ കോടിയോട് അടുത്തോണ്ട് നിൽക്കുന്ന ആളുകളെ പേരാ പറയുന്നത്. കാരണം ഇവരുടെ തലയിലാണ് നിങ്ങൾ എല്ലാ ഭാരവും വെച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവര് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കാത്തു നിൽക്കരുത്. കാരണം വിജയിക്കേണ്ടത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവരൊക്കെ കോടിയടിക്കും. അത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകതയാണ്. നാളെ നിങ്ങളും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ കൂടെ വന്ന കുറെ ആളുകൾ, നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ 2-3 ലക്ഷം ആളുകൾ വരേണ്ടതാണ്. ആ വരണമെങ്കിൽ ആദ്യം അത് കൺസീവ് ചെയ്യാനുള്ള, അതിനെ എന്താ പറയാ, അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യണം? NDOPകൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഫോർഗെറ്റ് എവരിതിങ്, എന്താണ്, തിരിച്ചോടിക്കോളുക. മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു ലീഡർ ആവാൻ നോക്കുക. ഇന്ന് മുതൽ ഒരു ലീഡർ ആവാൻ നോക്കുക. എല്ലാവരും പറഞ്ഞ കുറെ ഡയലോഗ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആരാ ലീഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനാണ് ലീഡർ എന്ന് ഉറച്ചങ്ങ് വിശ്വസിക്കുന്ന ആളൊക്കെ ലീഡറാണ്. നിങ്ങൾ പൊളിറ്റിക്സിൽ എടുത്ത് നോക്കിയാൽ മതി. വലിയ കാര്യങ്ങളൊന്നും വേണ്ട. സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് ഇന്ത്യ ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാരൻ, അല്ലെ, അതേതോ പാർട്ടി ആട്ടെ, അതിന്റെ ഏറ്റവും നട്ടലുള്ള ലീഡർ, അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഞാനാണ് ലീഡർ, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അല്ലാണ്ട് നിങ്ങൾ ഇതിൽ PhD എടുക്കുവോ, നിങ്ങൾ ഈ MLM ക്ലാസ് അറ്റൻഡ് ചെയ്യുവോ ഒന്നും വേണ്ട. നിങ്ങളുടെ ധൈര്യമാണ് നിങ്ങളുടെ ടീമിന്റെ ധൈര്യം. ധൈര്യം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. A leadership is the capacity to translate a vision into reality. ഒരു വിഷൻ റിയാലിറ്റി ആക്കി മാറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മതി. ഞാനുണ്ടടാ കൂടെ, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. ഇവിടെ എന്തിനാ വരുന്നത്? ആളുകൾ ഇവിടെ വന്നിട്ട് പഠിച്ച് സാഗർ ജോഷി സാറിനെ പോലെ നാനോ ടെക്നോളജിയും ബയോടെക്നോളജിയും ഡോക്ടറേറ്റ് എടുക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നത്. അവര് വന്നത് അവരുടെ ജീവിത ലക്ഷ്യങ്ങളും എന്ത് ചെയ്യുക, പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പണമാണ് ആവശ്യം. ആ പണം കണ്ടെത്താൻ നിങ്ങൾ അവരെ സഹായിച്ചാൽ മതി. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഹോം മീറ്റിംഗ് നടത്തി കൊടുക്കുക. ഹോം മീറ്റിംഗ് നടത്തിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആർക്കുണ്ടെങ്കിൽ ആ പ്രോഗ്രാം എടുപ്പിക്കുക. അവിടെ നിങ്ങൾ ഉണ്ടായിരിക്കണം. അവർ വിളിക്കുന്ന സമയത്ത് പോയിട്ട് സംസാരിക്കണം. നിങ്ങൾ 1-to-1 കൊടുക്കണം. ഫീൽഡിൽ ഇറങ്ങാതെ ഒരാളും ഇതിൽ ലീഡർ ആവില്ല എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയാണ്. നിങ്ങൾ ഫീൽഡിൽ ഉണ്ട്, നിങ്ങളെ ബോട്ടം ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല. നിങ്ങളുടെ ടീം വേറെ ലീഡർമാരെ കൂടെ പോകും. 100%. ആ സമയത്ത് അറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വളരണം. ഇഫ് യുവർ ആക്ഷൻസ് ഇൻസ്പയർ അതേഴ്സ്, നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവരെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, വീണ്ടും 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 ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, എനിക്ക് ലീഡർ ആകണം, എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം അവരിൽ ജനിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ എ ലീഡർ. ഇവിടെ പല ലീഡർമാരുണ്ടാവും. എന്തെങ്കിലും പറയുന്ന സമയത്ത് ആദ്യം നെഗറ്റീവ് ആയി, ഭയങ്കര എന്തൂസിയാസത്തോടെ വന്ന് ചെറുപ്പക്കാരനായിരിക്കും. അവനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ തലയിൽ പച്ചവെള്ളം കോരി ഒഴിച്ചിട്ട് അവനെ അങ്ങ് നശിപ്പിക്കും. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഡർഷിപ്പ് പോകില്ല. പല ലീഡർമാരുടെയും പ്രശ്നം
എന്നെക്കാൾ വളരുന്ന ആളുകൾ ടീമിൽ വരുന്നത് ഇഷ്ടമല്ലെന്നതാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങളെക്കാൾ കഴിവും കപ്പാസിറ്റിയുള്ള ആളുകൾ വന്നാലേ നിങ്ങൾ രക്ഷപ്പെടും. അപ്പൊ അവരുടെ അസൂയ തോന്നിയിട്ട് കാര്യമില്ല, ഈഗോ തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പൊ എന്റെ ടീമിൽ എന്നെക്കാട്ടും കഴിവും കപ്പാസിറ്റി ഉള്ള 4 പേര് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ? അവര് ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കുന്നു അതൊക്കെ അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആദ്യം ഇതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ വീണ്ടും പഴയ മനുഷ്യന്മാരായിട്ട് കുശുമ്പും കുന്നായ്മയുള്ള ആളുകളായിട്ട് മാറരുത് ഒരിക്കലും. ഒരു ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവരെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. രക്ഷപ്പെടാൻ പറ്റും എന്ന് അവർക്കൊരു ഉറപ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നിങ്ങൾ ലീഡറാണെന്നുള്ളതാണ്. A leader is one who knows the way, goes the way and shows the way. മനോജ് സാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് മനോജ് സാർ എത്ര ആള് കേരളത്തിലുണ്ട്, അവരെന്താ ചെയ്യുന്നത്, അവര് എങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കിയിട്ടില്ല. കാരണം നോക്കാൻ ആളില്ലായിരുന്നു. അതൊരു കാട്ടിലൂടെ ഒരു വഴി വെട്ടിയ ഒരു സമയമായിരുന്നു മനോജ് സാറിന് ബയോട്ടറിന് കൈ കിട്ടിയ സമയത്ത്. ഒരാൾ പോലും ഇല്ലാത്ത സമയത്ത്. പക്ഷെ അദ്ദേഹത്തിന് എന്തറിയായിരുന്നു? ഹി നോസ് ദ വേ, പോകാനുള്ള വഴി അറിയായിരുന്നു. ഗോസ് ദ വേ, എങ്ങോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ആൻഡ് ഷോസ് ദ വേ, മറ്റുള്ള ലീഡേഴ്സിന്, മറ്റുള്ള ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ ഇന്ന് 10,000-കണക്കിന് ആളുകൾ, 3.5 ലക്ഷം 4 ലക്ഷം ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 10,000-കണക്കിന് ആളുകൾ അദ്ദേഹം തെളിച്ച വഴി പോകുന്ന ആളുകളാണ്. ഒരു ലീഡർക്ക് വേണ്ട ഏറ്റവും ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലീഡർ ഈസ് വൺ ഹു നോസ് ദ വേ. ഞാൻ ഏറ്റെടുത്ത ഈ ഒരു ഉദ്യമം, ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ പ്രൊജക്ട് എവിടെ എത്തും, ഞാൻ അതിൽ എവിടെ എത്തും എന്ന് അറിയണം വ്യക്തമായിട്ട്. അതിലൂടെ പോകാൻ പറ്റണം. ഇത് ഏറ്റെടുത്ത് വീട്ടിലിരുന്നിട്ട് നമ്മളെ പോലെ ആയി പോകരുത്. നമ്മളെ പോലെ അല്ലല്ലോ അദ്ദേഹം. അദ്ദേഹം എന്ത് ചെയ്തു? ആ വഴിയിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ആൻഡ് ഷോസ് ദ വേ, മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുത്തു. ഒരു ലീഡർ ഇത്ര പണിയെടുക്കുന്നു. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇത് ഏറ്റെടുത്തു. നിങ്ങൾക്ക് 100% വിശ്വാസം ഉണ്ടെങ്കിൽ 10 പേരെ വിളിച്ച് പ്രൊജക്ട് പറയാ, 10 പേരെ വിളിച്ച് പ്ലാൻ പറയാ. എന്നിട്ട് അവരെ കൂടെ കൂട്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഈ സിമ്പിളായ കാര്യം മാത്രം ചെയ്താൽ മതി. എപ്പോഴും ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ ഞാൻ പല സമയത്തും കാണിച്ചിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ തുഴയുന്ന ആളുകളല്ല ലീഡർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ പാട്ടൊക്കെ പാടി സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് ലീഡർ. സ്വർണം. നിങ്ങൾ അതുപോലെ ആയാൽ മതി ടീമിൽ. നിങ്ങൾക്ക് കഴിവും കപ്പാസിറ്റിയും വിദ്യാഭ്യാസവും പ്രായവും പക്വതയും സ്കിന്നിന് നല്ല അടിപൊളിയായിട്ടും ഗ്ലോ ചെയ്യുന്ന മൂക്കും ഇല്ലാത്ത മുഖംപടമൊന്നും ആരും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്കൊരു ആവേശം ഉണ്ടായാൽ മതി. ആവേശമുള്ള സ്ഥലത്തെ ആളുകൾ ഉണ്ടാവും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലീഡർഷിപ്പിന്റെ ഒരു ഡെഫിനിഷനാണിത്. നിങ്ങൾ ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കുന്ന നല്ലതാണ്. ഇത് മലയാളത്തിൽ ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞതാ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു അല്ലെ, എനിക്ക് അപ്ലൈ ലീഡർ ഉണ്ടാവും, നിങ്ങൾക്കും അപ്ലൈ ലീഡർ ഉണ്ടാവും. എന്റെ ഒരു അപ്ലൈ ലീഡറാണ് ഷായ് സാർ. ഷായ് സാറിന് അപ്ലൈ ലീഡറാണ് മനോജ് സാർ. മനോജ് സാറിന് മുകളിലോട്ട് നമുക്ക് അറിയാവുന്ന ഒരു അപ്ലൈ ലീഡർ റാഷി സലീം സാർ അല്ലെ, പിന്നെ MD ഉള്ളത്. ഞാൻ എന്റെ അപ്ലൈ ലീഡറെ സെലക്ട് ചെയ്തതാണ്. മീൻസ് എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് അല്ലെ, എനിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞു. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് പണം ആവശ്യമാണ്, 100% ആവശ്യമാണ്. നിങ്ങൾക്കും അത് തന്നെയാണ്. പണം ആവശ്യമില്ലാത്ത ഒരാളും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിലുള്ള 99% പ്രശ്നങ്ങളും പണം കൊണ്ട് തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പണം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരാളെ കണ്ടെത്തുവാണ്. എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ എനിക്ക് ഒറ്റക്ക് പറ്റൂല. അപ്പൊ എനിക്ക് എന്ത് വേണം? എനിക്കൊരു മെന്ററായിട്ട് ലീഡറായിട്ട് ഒരു വ്യക്തി വേണം. ഞാൻ എന്റെ ലീഡറെ കുറിച്ച് പറയുന്നത് എന്ത് വേണമെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റും. അത് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ അപ്ലൈ ലീഡറെ നിങ്ങളെ സെലക്ട് ചെയ്ത ലീഡറെ മനസ്സിലാക്കണ്ടാവും മതി. ഞാൻ ഷായ് സാറിനെ സെലക്ട് ചെയ്യാം. ഷായ് സാറിനെ കൂട്ടിപ്പിടിച്ച് എന്തിനാണ്? ഞാൻ പോകേണ്ട വഴിയിൽ എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ എനിക്ക് ഒറ്റക്ക് പറ്റില്ല, പക്ഷെ എനിക്കൊരു ലീഡർ ഉണ്ടെങ്കിൽ പറ്റും. അങ്ങനെയാണ് ഞാൻ ഷായ് സാറിനെ പിടിക്കുന്നത്. ഷായ് സാർ എന്തിനാണ് മനോജ് സാറിനെ പിടിച്ചത്? വേറെ കുറെ ലീഡർമാരുണ്ടായിരുന്നില്ലേ? എന്തിനാണ് മനോജ് സാറിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഷായ് സാറിന് ബോധ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ, നിങ്ങൾ അതിന് മുകളിലോട്ട് നോക്കണമെന്നില്ല, നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഫീൽ കൊടുക്കാൻ പറ്റുമോ? എ ലീഡർ ഈസ് സമ്മൺ. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മൺ, ഒരു വ്യക്തി. യു ചൂസ്, നിങ്ങൾ ചൂസ് ചെയ്തു, നിങ്ങൾ തെരഞ്ഞെടുത്തു. ടു ഫോളോ, എന്ത് ചെയ്യാൻ വേണ്ടി? ഫോളോ ചെയ്യാൻ വേണ്ടി. ടു എ പ്ലേസ്, ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. വേർ യു വോണ്ടന്റ് ഗോ ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഒറ്റക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ലക്ഷ്യത്തിലേക്ക്, ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുത്ത ആളാണ് ലീഡർ. യെസ് ഓർ നോ?
നിങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്. ഇനി നിങ്ങൾ മുകളിലോട്ട് നോക്കണ്ട, നിങ്ങൾ താഴോട്ട് നോക്ക്. നിങ്ങളെ കൂടെ ഐഡിയ അടിച്ച് ഡൗൺലോഡ് ചെയ്യുന്ന അസോസിയേറ്റ്സിന് നിങ്ങളെ കൂടെ നടന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുമോ? അവരുദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇസ് എ ലീഡർഷിപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സുകൊണ്ട് മാറണം. ചിലപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്ക് നിങ്ങൾ ചിലപ്പോൾ ബയോട്ടോറിൽ നിർത്തി പോകാൻ സാധ്യത. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ കാണുന്ന നിങ്ങൾ എല്ലാവരും ലീഡർഷിപ്പിലേക്ക് വരുന്ന ആളുകളാണ്. വളരെ സിമ്പിൾ ആണ് ഒരു ലീഡർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾക്കൊരു ബോധം വേണം, ഞാൻ ലീഡർ ആയതല്ല, എന്നെ ഒരാൾ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അയാളെ ജീവിതം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ ലീഡർ ആകുമ്പോൾ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് സുഖമായതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട്. ഇനി MLM-ലേക്ക് വരുന്ന സമയത്ത് ഹൂ ഇസ് എൻ MLM ലീഡർ എന്നുണ്ട്. ആരാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലീഡർ? ഇറ്റ് ഈസ് സമ്മൺ ഹു ക്രിയേറ്റ് ലീഡേഴ്സ് നോട്ട് ഫോളോവേഴ്സ് എന്ന് പറയാം. ചിന്താവാദം വിളിക്കാനും കുന്തം കൊണ്ട് കുത്താനും പോകുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളല്ല ഒരു ലീഡർ. എ ലീഡർ ഈസ് സമ്മൺ ഹു ക്രിയേറ്റ് ലീഡേഴ്സ്. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ്, ഇതൊരു ഓണ്ടർപ്രണർഷിപ്പാണ് അല്ലെ. നിങ്ങളെ കയ്യിലേക്ക് ഒരു വ്യവസായത്തിന്റെ ഒരു ചാവിയാണ് തന്നിരിക്കുന്നത് ബയോട്ടോറിയത്തിൽ ഐഡിയ അടിക്കാൻ ശ്രമിച്ചത്. ഇൻ MLM ലീഡേഴ്സ് സസ്റ്റെയിൻ യുവർ ബിസിനസ്. ലീഡേഴ്സ് ആണ് നിങ്ങളുടെ ബിസിനസിനെ വളർത്തുക, നോട്ട് ദ ഫോളോവേഴ്സ്. ഫോളോവേഴ്സ് അല്ല. ഫോളോവേഴ്സ് ഉള്ള ആളുകളൊക്കെ ഇപ്പോഴും കിടന്നുറങ്ങുവാണ്. ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പൊ സൂം കയറിയിരിക്കുന്നത്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഇനി എങ്ങനെയുള്ള ആളുകൾ വേണം? നിങ്ങളുടെ സമയം എവിടെ സ്പെൻഡ് ചെയ്യുന്നു? ഒരു ആഗ്രഹമില്ലാത്ത ഒരു എന്താ പറയാ ഒന്നിനും കൊള്ളാത്ത കുറെ ആളുകളെ പിന്നാലെ പോയിട്ട് സമയം കളയരുത്. നിങ്ങൾ സെലക്റ്റീവ് ആണ്. നിങ്ങൾ വ്യക്തമായിട്ട് പ്രോസ്പെക്ട് ചെയ്യണം. സസ്പെക്ടിങ്ങും പ്രോസ്പെക്ടിങ്ങും അപ്രോച്ചും അല്ല, പിന്നെ ക്ലോസിങ്ങും ഓർഡറിങ്, ഇതൊക്കെയാണ് അതിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് NDOPകളിൽ പഠിക്കാൻ പറ്റും. നിങ്ങൾ ഇനി മുതൽ സെലക്റ്റീവ് ആണ്. നിങ്ങളെ കൂടെ കുറെ ആൾക്കാരുണ്ട്, സാധാ ഭടന്മാർ പോലത്തെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നതിനോട് കാര്യമില്ല. ഒരു യുദ്ധം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? യുദ്ധ പോരാളികളെ പോലെ നിങ്ങളെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ ആ പിക്ചർ ഇട്ടത്. ഇനി അതില് ഇതെന്ത് പിക്ചറാന്ന് ആലോചിക്കണ്ട. നിങ്ങൾക്ക് ചാവേറുകളെ നിങ്ങളെ കൂടെ നിൽക്കാൻ പറ്റുന്നത് നിങ്ങൾ അതുപോലെ ആയിരിക്കണം കേട്ടോ. എപ്പോഴും ഒരു കമാൻഡിങ് ഓഫീസറെ പോലെ ആയിരിക്കണം നിങ്ങൾ. എന്നാൽ മാത്രമേ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ധൈര്യവും കോൺഫിഡൻസും ഉണ്ടാവും. ഹൗ ടു ബിക്കം എ MLM ലീഡർ. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലീഡർ ആവാൻ പറ്റും. അതിനൊരു സിമ്പിൾ ആണ്. ഓൾറെഡി ലീഡേഴ്സ് ആയ കുറെ ആളുകളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന. കോൺസ്റ്റന്റ്ലി അസോസിയേറ്റ് വിത്ത് അതർ ലീഡേഴ്സ്. ഇവിടെ നിങ്ങൾ മൊറാലിറ്റി കീപ്പ് ചെയ്യണം. നിങ്ങൾ അവരുടെ ടീമിലുള്ള ആളുകളോട് അല്ലെങ്കിൽ അപ്പുറത്ത് ലൈനിലുള്ള ആളുകളുടെ അടുത്ത് നെഗറ്റീവ് അറിയാൻ പോലും, വെറും പോസിറ്റീവ് മാത്രം സംസാരിക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കോപ്പി അടിക്കുക. ഈസിയാണ്. കോൺസ്റ്റന്റ്ലി അസോസിയേറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് മറ്റുള്ള ലീഡേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണം. എന്തിനാ? നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായി ഡെയിലി എന്ത് ചെയ്യാ ഇടപഴകുന്ന 5 പേരുടെ ഏവറേജ് ആയിരിക്കും. നിങ്ങൾ കുറ്റം പറയുന്ന, പരദൂഷണം പറയുന്ന, കോൺഫിഡൻസ് ഇല്ലാത്ത, എന്താ പറയാ നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന, എപ്പോഴും ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന 5 പേരെ കൂടെ നടക്കുന്നെങ്കിൽ നിങ്ങൾ ആ 5 പേരിൽ ഒരാളെ എത്തി. അതേസമയം നിങ്ങൾ വളരെ പോസിറ്റീവായി ബിസിനസ് ഏറ്റെടുത്ത് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം ഒക്കെ വാങ്ങി ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള എന്തൂസിയാസം ഉള്ള ആളുകളുടെ കൂടെയാണ് നിങ്ങളുടെ സഹവർഷം എങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കാറ്റഗറിയിലേക്ക് മാറ്റും. നിങ്ങൾക്ക് തീരുമാനിക്കാം. സെറ്റ് ഹൈ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഹാവ് ഹൈ എക്സ്പെക്ടേഷൻ. അതൊരു ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം? ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഗോൾ സെറ്റ് ചെയ്യണം. എനിക്കൊരു കോടി വേണമെന്നോ 5 ലക്ഷം വേണമെന്നല്ല, അതിനപ്പുറത്ത് ലോകമുണ്ട്. അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. വലിയ വിഷനോട് കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതിനെ ഏറ്റെടുക്കാൻ വേണ്ടി. മനോജ് സാർ ഇപ്പൊ 3 കോടി കഴിഞ്ഞല്ലേ? എന്താ ചെയ്തത് 3 കോടി കിട്ടാൻ വേണ്ടിയിട്ട്? കളക്ടറായോ പോയിട്ട്, അല്ലെങ്കിൽ ജഡ്ജിയായോ? ഇതിന് വന്നിട്ട് പിന്നെ സ്കൂളിൽ പോയോ, അല്ലെ ഏതെങ്കിലും കോളേജിൽ പോയോ, പഠിച്ചോ? അദ്ദേഹം ഡ്രൈവിംഗ് പഠിച്ചോ? അദ്ദേഹം, ഞാൻ ഇത് ചോദിക്കാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അത്ര അറിയാവുന്നുണ്ട്. ഞാൻ ഇതിവിടെ നിങ്ങളോടാണ് ചോദിക്കുന്നത്. എന്താണ് അദ്ദേഹം ഇനി ഡ്രൈവിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? ഡ്രൈവറെ വെച്ചിട്ട് വണ്ടി ഓട്ടാൻ പറ്റുന്ന കപ്പാസിറ്റി അയാൾ മാറി. അതുപോലെ നിങ്ങൾ മാറിയാൽ മതി. അദ്ദേഹത്തിന് ഇനി അടുത്തൊരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹം പറഞ്ഞിട്ട് 100 കോടിയാണ് അല്ലെ. 2030 കൂടി 100 കോടി അടിക്കും. ആ 100 കോടി വാങ്ങാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങി പുറപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള നമ്മൾ പറയും, മനോജ് 100 കോടി വാങ്ങുന്നത്, അയാൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കുകയാണ്, നമുക്കൊന്നും കിട്ടുന്നില്ല.
കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ദൈവം ഒരിക്കലും കൊടുക്കൂല. കാരണം നിങ്ങളെ തലക്ക് മുകളിൽ നിന്നിട്ട് തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുന്നത് അയാൾക്കെല്ലാം കിട്ടുന്നുണ്ട്, എനക്കൊന്നും കിട്ടുന്നില്ല, തഥാസ്തു എന്ന് പറയും. അപ്പൊ എന്താ എനക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് മുകളിൽ നിന്ന് മാലാക തഥാസ്തു എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കിട്ടാതായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട്. മനോജ് സാർ 100 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് പിന്നെ ഒരു 50 കോടിയെങ്കിലും വാങ്ങണം. അത് ഞാൻ എന്ത് ചെയ്യണം? അത് അദ്ദേഹം എന്താ ചെയ്താൽ നോക്കിയാൽ മതി. സിമ്പിളാണ്. അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണ് നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നിട്ട് നിങ്ങൾ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാം, ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഗോൾ. ആ ഗോളാണ് നമ്മൾ പല പ്രോഗ്രാമിലൂടെയും സെറ്റ് ചെയ്യുന്ന ഗോളുകൾ. ഇഫ് ദ ലീഡർ ഗെറ്റ് സോഫ്റ്റ്, ലീഡർ സോഫ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് ആയി വരുന്ന എല്ലാ അസോസിയേറ്റ്സും അതിനെക്കാട്ടും വീക്കായിരിക്കും. അപ്പൊ ആര് മാറണം? നമ്മൾ മാറണം. MLM ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് കുറെ ആൾക്കുള്ള കുറെ പ്രശ്നം. അവര് ഭയങ്കര വീട്ടിലിരുന്നിട്ട് ഐഡിയ അടിക്കും, പിന്നെടുക്കും, മറ്റേ റീപർച്ചേസ് ചെയ്ത് കൊടുക്കും, അതേപോലെ തന്നെ എന്താ പറയാ ഗിഫ്റ്റ് അവാർഡിന് അത് വാങ്ങിച്ചു കൊടുക്കും. സകല പണ്ടാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനങ്ങ് അഡിക്റ്റ് ആകും ടെക്നോളജിക്ക്. ഭയങ്കര എന്നിട്ട് പറയാം ഞാൻ അങ്ങനെയാക്കും, ഞാൻ ഇങ്ങനെയാക്കും, ഞാൻ പറപ്പിക്കും, എനിക്ക് ഐഡിയ ഇട്ടെന്നാ മതി, ഞാനങ്ങ് ചെയ്തോളൂ, ഇതാക്കും. ഫീൽഡ് പോകില്ല, ഒരിക്കലും വിജയിക്കില്ല. കുറച്ചു കാലം ഒരു ഷോ ഓഫ് നടത്താൻ പറ്റും. ഡോണ്ട് ഫാൾ ഇൻ ലവ് വിത്ത് ടെക്നോളജി. നിങ്ങൾ ഒരിക്കലും ടെക്നോളജിയിൽ എന്ത് ചെയ്യരുത്? അതില് വീണ് പോകരുത്. നിങ്ങൾ ഐഡിയ അടിക്കാനും പിന്നെടുക്കാനും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ സൂം ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ അതല്ല ബിസിനസ്. MLM ഈസ് ഓൾ അബൌട്ട് കണക്ടിങ് ആൻഡ് വർക്കിംഗ് വിത്ത് പീപ്പിൾ ആണ്. ആളുകളുടെ കൂടെ കണക്ട് ചെയ്യാനും വർക്ക് ചെയ്യാനും പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റൂ. ഇന്നലെ വയനാട്ടിന്റെ ഉൾക്കാടുകളിൽ മനോജ് സാറും ഷാഹി സാറും സജി സാർ എന്റെ ഹോസ്റ്റലൊക്കെയാണ് ഇന്നാലും വന്നു. അവിടെ 4 മണിക്കൂർ എന്ത് ചെയ്തു? ക്ലാസ് കൊടുത്തു. മനോജ് സാർ എറണാകുളത്ത് നിന്ന് വന്നു. പാവ ഇന്ന് പുലച്ചക്കാണ് തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ടാവുക. എന്തിന്റെ കേടാണ്? അവർ വന്നില്ലെങ്കിൽ അവിടെ ട്രെയിനിങ് നടക്കൂലേ? അവർ വന്നില്ലെങ്കിൽ അവിടെ പ്രോഗ്രാം നടക്കൂലേ? ഇല്ലേ? ഷായ് സാർ ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹം ഫാമിലി ആയിട്ട് അവിടെ ഉണ്ട്. എന്തിനു വന്നു? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കാരണം ഈ ബിസിനസ് എന്ന് വെച്ചാൽ പീപ്പിൾ ബിസിനസ്സാണ്. ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോൾഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. എന്തിനാണ് ഞാൻ MLM തെരഞ്ഞെടുത്തത്? വീട്ടിലിരുന്നിട്ട് ഈ സോഫ്റ്റ്വെയറിനകത്ത് കളിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടിക്ക് ഒരാൾ നിൽക്കരുത്, എന്നെ കേൾക്കുന്ന ഒരാൾ നിൽക്കരുത്. അതൊക്കെ വേണം, വേണ്ടെന്നല്ല. പക്ഷെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ റീപർച്ചേസ് നടക്കൂല. റീപർച്ചേസ് നടക്കാതാകുമ്പോൾ ഇനി നിങ്ങളുടെ ടീമിൽ നടക്കുന്ന കുറച്ച് കാര്യം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ അവരുടെ ആ ഡേറ്റിന് റീപർച്ചേസ് നടന്നില്ലെങ്കിൽ അവരുടെ റീപർച്ചേസ് PVയും ലോയൽറ്റി പോയിന്റും പാസ് ഔട്ട് ആകുന്ന സമയത്ത് അവർ നിങ്ങളെ കുറ്റം പറഞ്ഞ് ടീം വിട്ടുപോകും. 100% ഉറപ്പാണ്. എഴുതി വെച്ചോ. ഓക്കെ? അതുകൊണ്ടാണ് പഠിപ്പിക്കണം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ അത് എത്രത്തോളം ഉൾക്കൊണ്ടു എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ടീമിൽ ആക്റ്റീവായി വരുമാനം വാങ്ങുന്ന ആളുകളൊക്കെ സെൽഫ് റീപർച്ചേസ് ചെയ്തോന്ന് ഉറപ്പിക്കണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രോസസ് ഡോണ്ട് ഡു വർക്ക്, പീപ്പിൾ ഡു. ഒരു പ്രോസസ്സും വർക്ക് ചെയ്യില്ല, ആളുകൾ മാത്രമേ വർക്ക് ചെയ്യൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടെ വന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം, സ്നേഹിക്കണം, അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് എന്നുള്ളൊരു ബോധം കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് ഒരു MLM ലീഡർ ആകുന്ന സമയത്ത് live a great lifestyle that matches your MLM leader status. കണ്ടാൽ അറിയണം. ഞാൻ ഇന്നലെ അവിടെ സംസാരിച്ചിരുന്നു. നട്ടപ്പാതിര നേരത്ത് പോകുമ്പോഴും ഒരു റോഡ് സൈഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഇൻസൈഡ് ചെയ്ത് ഷൂ ഇട്ട ചെറുപ്പക്കാരൻ വളരെ എനർജറ്റിക് ആയി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ MLM ലീഡർ ആയിരിക്കും. നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ കണ്ടാൽ മതി. എറണാകുളത്തുള്ള, കോഴിക്കോടുള്ളതും തലശ്ശേരിയിലുള്ള, കണ്ണൂരിലുള്ള ആൾക്കാരൊക്കെ എന്റെ മുന്നിലുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും രാത്രി പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ട് വളരെ എനർജറ്റിക് ആയി 2-3 ചെറുപ്പക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിക്കുക ഏത് MLM ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മതി. അവർ പറയും എന്നാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് പറയും. ബയോട്ടോറിയം ആവാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്, ബന്ധം സ്ഥാപിക്കും. അവരെ നിങ്ങളെ ടീം കൊണ്ടുവന്നാൽ മതി. നിങ്ങളെ ഒരു സൈഡ് അവർ കൊണ്ടുപോയിക്കോളും. നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റണം. നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറഞ്ഞാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ച് കടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ചിലപ്പോ എനിക്കും നിങ്ങൾക്കും ഇപ്പൊ നിലവിൽ കുറച്ച് കടങ്ങളാണ്. നിങ്ങൾ തൂക്കി നോക്കി കഴിഞ്ഞാല് നമ്മള് സമ്പത്തിരിക്കുന്ന പട്ടിക എവിടെയും കടമുള്ളത് പിന്നെ അല്ല കടമുള്ളത് എവിടെയായിരിക്കും നമ്മുടെ ലക്ഷ്യങ്ങളും അല്ലെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയുണ്ടാവും. ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ തെരഞ്ഞെടുത്തത്. നമ്മൾ വന്നിട്ട് ഇപ്പൊ ഒരു വർഷാന്നിലുള്ളൂ. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഞാനൊരു ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ബയോട്ടോറി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്
എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഷൂ വാങ്ങും, ഇൻസൈഡ് ചെയ്യും, വേണമെങ്കിൽ ടൈയും കൂട്ടുവിട്ടിട്ട് നാട്ടിലൂടാണ്. നിങ്ങളിപ്പോ പിച്ചക്കാരനെ പോലെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ കൂടെ പിച്ചക്കാരായ ആളുകൾ വരുന്നത്. നിങ്ങളൊരു പണക്കാരനെ പോലെ നടന്നു കഴിഞ്ഞാൽ പണക്കാരനെ പോലുള്ള ആളുകൾ നിങ്ങളെ കൂടെ വരും. വളരെ സിമ്പിളാണ്. അത് മാറ്റം എന്നുള്ളതാണ്, മനസ്സുകൊണ്ട് മാറ്റം എന്നുള്ളതാണ്. ആരൊക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ സോറി, ഡിസ്ക്ലൈമർ ഉണ്ട്, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. ലീഡർഷിപ്പ് എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളും എനിക്കറിയില്ല. ഇന്നാലും ഞാൻ പറയാണ്, ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എ ലീഡർ ഈസ് എ മാൻ. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഹു ഹാസ് ദ എബിലിറ്റി ടു അതർ പീപ്പിൾ ടു ഡു, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. വാട്ട് ദേ ഡോണ്ട് വാണ്ട് ടു ഡു, അവർക്ക് ആഗ്രഹമില്ല, അവർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, അവരിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ആളാണ് ഒരു ലീഡർ. അത് പൊളിറ്റിക്സിലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഡയറക്ട് സെല്ലിംഗിലേക്ക് നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നാൽ അവരെ കൊണ്ട് നിങ്ങൾ 1-to-1 ലിസ്റ്റ് ഇടിക്കുകയും അവരെ കൊണ്ട് ഹോം മീറ്റിങ്ങുകളും BOP സെന്ററിൽ ആളെ എത്തിക്കുകയും NDOP എത്തിക്കുകയും ലീഡർഷിപ്പ് പ്രോഗ്രാം എത്തിക്കുകയും ചെയ്ത് അവരെ മോൾഡ് ചെയ്ത് ലീഡർ ആക്കുമ്പോൾ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന പോലെ നമുക്ക് അവരെ ഭരിക്കാൻ വേണ്ടിയിട്ടില്ല എന്നുള്ള ബോധം നമുക്കുള്ള കാലത്തോളം നമുക്ക് ആരെ കൊണ്ടും എന്ത് ചെയ്യാം, ലിസ്റ്റ് ഇടിക്കാം, 1-to-1 കൂടിപ്പിക്കാം, NDOP ആളെ എത്തിക്കാം, BOP സെന്റർ ആളെ എത്തിക്കാം അല്ലെ. കാരണം നമ്മൾ അവരെ എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ ചെയ്യാത്തത്. നിങ്ങൾക്ക് ലിസ്റ്റ് മേക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, ലിസ്റ്റ് മേക്ക് ചെയ്യാൻ പറയുന്ന കാലത്ത് ലിസ്റ്റ് മേക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, നിങ്ങൾക്ക് 1-to-1 പോകാൻ ഇഷ്ടമല്ല, നിങ്ങൾക്ക് BOP സെന്റർ പോകാൻ ഇഷ്ടമല്ല. അപ്പൊ എന്ത് സംഭവിക്കും, മെല്ലെ നിങ്ങൾ അങ്ങനെയായി തീരും. അപ്പൊ ലീഡർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂടെ വന്ന ആളുകളെ എന്ത് ചെയ്യണം, അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവരെ കൊണ്ട് ലിസ്റ്റ് എഴുതിപ്പിക്കണം, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ കൊണ്ട് സെയിൽ കോസിപ്പിക്കണം, അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവരെ കൊണ്ട് BOP സെന്ററിലേക്ക് എത്തിക്കണം, അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവരെ കൊണ്ട് NDOP-കളിൽ എത്തിക്കണം, എല്ലാ പ്രോഗ്രാംസിലേക്ക് അവരെത്തിക്കണം. അപ്പൊ നിങ്ങളൊരു ലീഡറാവും, നിങ്ങളുടെ വരുമാനം കൂടി വരും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി MLM-ലേക്ക് വരുന്ന സമയത്ത് 7 മണിയല്ലേ, എന്തൊക്കെയാണ് അപ്ലൈന്റെ ഇമ്പോർട്ടൻസ് എല്ലാരും പറയാം. എനിക്ക് ആളെ തന്നിട്ടില്ല അല്ലെ, എന്റെ ഒരു ലെഗ് കൊണ്ടുവന്ന് തന്നെ തന്നിട്ടില്ല, ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല. ഒരു അപ്ലൈൻ എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഒരാളെ കൊടുക്കണമെന്നോ, ഒരു ലെഗ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണമെന്നോ, ഔട്ടറിൽ ഒരു ലെഗ്, പവറിൽ ഒരാളെ കൊടുക്കണം, ഇൻകത്തിൽ ഒരാളെ കൊടുക്കണമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു അപ്ലൈൻ ലീഡറാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. അവർക്ക് ട്രെയിനിങ്ങും സപ്പോർട്ടും കൊടുക്കണം, അക്കാര്യം മാത്രം ചെയ്യാം. ഒന്നാമത്തെ. 2, ഓഫേഴ്സ് മോട്ടിവേഷൻ ആൻഡ് എൻകറേജ്മെന്റ്. അവരെ മോട്ടിവേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം. 3, ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് എ സ്ട്രോങ് ടീം. ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കണം. 4, പ്രൊവൈഡ് ബിസിനസ് സ്ട്രാറ്റജി. അതാത് സമയത്ത് ഓരോ തരത്തിലുള്ള ബിസിനസ് സ്ട്രാറ്റജികൾ, ഓരോ തന്ത്രങ്ങൾ, ഒരു പ്ലാനുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ 4 കാര്യങ്ങളാണ് ഒരു അപ്ലൈൻ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്. ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾക്ക് ലീഡർ സ്കിൽ ഉണ്ടായിരിക്കണം, അതാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. 2, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, പറയാനുള്ള കഴിവുണ്ടായിരിക്കണം. 3, നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം അവർക്ക് വേണ്ടി. 4, നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ ട്രെയിനിങ് അറേഞ്ച് ചെയ്യാനും ട്രെയിനിങ് കൊടുക്കാനും പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലൈനെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇനി സപ്പോർട്ടും ലീഡർഷിപ്പും റിക്രൂട്ട്മെന്റും ട്രെയിനിങ്ങും തന്നെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത്. എന്തൊക്കെ ചാലഞ്ചാണ് ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു അപ്ലൈൻ നേരിടുന്നതല്ല. ഒന്ന്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. സ്വയം മോട്ടിവേഷൻ ഇല്ല, ടീമിലും മോട്ടിവേഷൻ ഇല്ല, അതൊരു ചാലഞ്ചാണ്. അതിനാണ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള അപ്ലൈൻ ലീഡറുടെ സപ്പോർട്ട്. 2, ഇൻആഡിക്കേറ്റഡ് ട്രെയിനിങ്. എന്തെങ്കിലും ട്രെയിനിങ് കൊടുത്തിട്ട് കാര്യമില്ല. ഇൻആഡിക്കേറ്റഡ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കൂല. പണ്ട് മുതലേ NDOP ഉണ്ട്, പ്രോഡക്റ്റ്, പ്ലാന്, പേ ഔട്ട്, പിന്നെ എന്താ പറയാ 4P ഇല്ലേ. 4P എന്താ? പ്രൊഡക്റ്റ്, പ്രൊഫൈല്, പ്ലാന്, പേ ഔട്ട്. എല്ലാ NDOP-ലും 1976 തുടങ്ങിയ പരിപാടി ഇപ്പോഴും തുടർന്നുണ്ട് പല ആൾക്കാരും. അതൊക്കെ മാറ്റി പിടിക്കും, കാലം മാറി. കഴിഞ്ഞ 20 വർഷമായിട്ട് MLM-ന്റെ സ്ട്രക്ചർ മാറി, നമുക്കറിയുന്നില്ല. MLM-ന്റെ ലീഡർഷിപ്പിന്റെ കൺസെപ്റ്റ് മാറി, നമുക്കറിയാവുന്ന. MLM-ന്റെ പ്രൊസീജിയർ ഒക്കെ മാറി, നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ പഴയ അത് തന്നെ തൂക്കിക്കൊണ്ടുപോകുമ്പോൾ ഒരുപാട് എന്തുണ്ടാവും, ടീമിൽ അപ്ഡേറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ മാറണം. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളൊക്കെ ഒരു ലീഡർ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് ടീമിലേക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. അല്ലാതെ വീണ്ടും പഴയ വീഞ്ഞ് തന്നെ പുതിയ കുപ്പിയിലാക്കി കൊടുത്താൽ നമുക്ക് കാര്യമില്ല. കാരണം ഇതൊക്കെ കേട്ട് തഴപ്പിച്ച ആളുകളാണ് നിങ്ങളെ കൂടെ ഉള്ളത്.
നൂറുകണക്കിന് NDOP പങ്കെടുത്ത ആളുകളാണ് നിങ്ങളിവിടെ വന്നത്. ഇവരാരും മോശക്കാരല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അവരെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അവിടെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ട്രെയിനിങ്സ്, NLP ട്രെയിനിങ്ങുകൾ, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് ആവറേജ്, അതേപോലെ തന്നെ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ, ലീഡർഷിപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് NLP ട്രെയിനിങ്ങുകൾ, ഇന്നലെ നമ്മളവിടെ ചെയ്തപ്പോൾ ന്യൂറോ സയൻസുമായിട്ട്, ന്യൂറോ പാത്വേ ആയിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ. ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ. മോട്ടിവേഷൻ കൊണ്ടൊന്നും ഒരാൾ രക്ഷപ്പെടില്ല. വെറുതെ ചാടി കയറി തുള്ളിയ കൊണ്ടൊന്നും എവിടെ ആരും എത്തൂല. അതൊക്കെ ഒരു 10 മിനിറ്റ്. മോട്ടിവേഷൻ ഈസ് എ ഫ്യൂവൽ എന്നാണ്. അത് കത്തുന്ന സമയത്ത് മാത്രം എന്തുണ്ടാവും? ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ കത്തും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതും കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനിങ്ങുകൾ നിങ്ങളുടെ ടീം കൊടുക്കണം. മോട്ടിവേഷണൽ ട്രെയിനിങ് ആവശ്യമില്ല എന്നോ വേണ്ടെന്നല്ല പറയുന്നത്. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനിങ് എന്ന് പറയും. അവരെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് അല്ലെ? അശോക ചക്രവർത്തി ശ്രീബുദ്ധനായത് ഉള്ളിൽ നിന്ന് അല്ലെ? നിങ്ങൾ കാണുന്ന എല്ലാ ലീഡേഴ്സ് ആയത് അവരെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം എന്തോ സാധനം പൊട്ടിയപ്പോഴാണ്. ആ പൊട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾ കൊടുക്കണം. ലാക്ക് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഞാൻ തന്നെ രാജാവ് എന്നിരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ലീഡർമാരുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല. നിങ്ങൾ ടീമിൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ചെയ്യുന്നില്ല എന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്ന അർത്ഥം. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. മോട്ടിവേഷൻ കുറയുന്ന സമയത്ത് ടീം ചത്തുപോകും. കമ്മ്യൂണിക്കേഷൻ കുറയുന്ന സമയത്ത് ടീം ചത്തുപോകും. ഇന്നാഡിക്കേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ടീം ചത്തുപോകും. ഡ്യൂപ്ലിക്കേഷൻ നടക്കാത്ത സമയത്ത് ടീം ചത്തുപോകും. ടീം ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. എന്നോട് ആർക്കും ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല കേട്ടോ. സത്യമായൊരു കാര്യം ഇതാണ്. ഇതിന് ഷായ് സാർ വരട്ടെ, മനോജ് സാർ വരട്ടെ, അവര് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്റെ ടീമിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. നിങ്ങൾ അതേപോലെ നിങ്ങൾ അപ്ലൈനെ കാണിച്ചു നോക്കുക. അവര് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അവർക്ക് ഇതിനല്ല ഈ പണി അവരെല്ലാം എടുക്കേണ്ടത്. ഈ പണി നമ്മളെടുക്കേണ്ടത്. സ്വയം ഉത്തരവാദിത്തം എടുക്കുന്ന ഒരു കൂട്ടം ആളുകളായി നമ്മൾ മാറുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും 3.5 ലക്ഷം എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലായി. ഇപ്പൊ 5 ലക്ഷത്തിന്റെ മുകളിലായി ഓൾറെഡി. ആ 5, 10 ലക്ഷം 15 ലക്ഷം ആവാൻ 6 മാസം സമയം മതി. നമ്മുടെ കസ്റ്റമർ ബാക്കപ്പ്. നമ്മൾ അതിനാണ് ഈ ബിസിനസ് ഏറ്റെടുത്തത്. കസ്റ്റമറെ കൂട്ടാൻ വേണ്ടിയിട്ട്. കസ്റ്റമർ ഇല്ലെങ്കിൽ നമ്മളില്ല. കസ്റ്റമർ ഉണ്ടാവണമെങ്കിൽ ലീഡേഴ്സ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ടീമിൽ പർപ്പസ് ഉണ്ടായിരിക്കണം, വിഷൻ ഉണ്ടായിരിക്കണം, ക്രിയേറ്റീവ് ഉണ്ടായിരിക്കണം, മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, ടീമിനൊരു വിഷൻ ഉണ്ടായിരിക്കണം, എംപതൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഒരു അനുകമ്പ ഉണ്ടായിരിക്കണം. ആളുകളോട് അവരൊരു മനുഷ്യനായിട്ട് കാണാൻ. നിങ്ങളുടെ ടീമിൽ വന്ന ആൾ നിങ്ങൾക്ക് ഫാമിലി ബോണസ് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു കരിമ്പിന്റെ ജ്യൂസ് അടിക്കുന്ന എഞ്ചിൻ പോലത്തെ എഞ്ചിൻ അല്ലാതെ നിങ്ങൾ തിരിച്ചറിയണം. അവനൊരു മനുഷ്യനാണ്. അവൻ മജ്ജയും മാംസവും ഉള്ള ഒരു മനുഷ്യൻ. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളത് കൊണ്ട് നിങ്ങളെ കൂടെ വന്നു. അത് അദ്ദേഹം ചെയ്ത തെറ്റായിട്ട് നിങ്ങൾ കാണരുത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം മനുഷ്യനാകണം. അതാണ് ഏറ്റവും ആദ്യം വേണ്ട ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി. ഓൾവേസ് ട്രെയിൻ യുവർ ടീം. ഇതൊക്കെ എങ്ങനെ ആവാന്നുള്ളതാണ്. സമയമില്ല. 7:03 അല്ലേ? ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഒരു ലീഡർ ആണെങ്കിൽ, ലീഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കേട്ടാൽ മതി. ഒരു 5 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഏറ്റെടുത്ത ഈ ബിസിനസ്സിൽ, ഈ ഒരു പ്രൊജക്റ്റിൽ ബിക്കം എക്സലന്റ് അറ്റ് വാട്ട് എവർ യു ആർ ഡൂയിങ്. എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ നിങ്ങൾ എക്സലന്റ് ആവണം. നോബഡി ഫോളോസ് ദ ഏവറേജ് ലീഡർ എന്നാണ്. ഒരു ഏവറേജ് ആയ ഒരു ലീഡറെ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കമ്പനി. അവിടെയൊക്കെ നമ്മൾ നേരിടുന്ന പ്രശ്നം, നമ്മളെക്കാട്ടും കഴിവും കപ്പാസിറ്റിയും ഇല്ലാത്ത, ചിന്തയില്ലാത്ത, നെഗറ്റീവായ ആളുകളെ കൂടെ ജോലി ചെയ്യുമ്പോൾ, ആ മാനേജർ അണ്ടറിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ഒക്കെ കൊടുക്കും. ഇതിങ്ങനെയാണ്, 4 വണ്ടി ഇറക്കിയാൽ മതി സാറേ. 4 വണ്ടി ഇറക്കി നമ്മൾ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും കൂടും എന്നൊക്കെ പറയുമ്പോൾ അയാൾ എന്താ പറയുക? ഇതൊന്നും മുതലാളിയോട് പറയാൻ പറ്റൂല. ഇത് പൈസ ചെലവുള്ള കാര്യമാണ്. 4 വണ്ടി ഇറക്കണമെങ്കിൽ ഏകദേശം 4 ലക്ഷം ദിർഹം വേണം. ഇതൊന്നും പറയാൻ പറ്റൂല. ഈ പൊട്ടൻ അറിയാൻ പറ്റൂല ഈ 4 ലക്ഷം ഇറക്കി കഴിഞ്ഞാൽ 40 ലക്ഷം വാങ്ങാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഇത് ഓണർ അടുത്ത് പോയിട്ട് പറയാൻ ഹൈറാർക്കിയിൽ ചിലപ്പോൾ പറ്റിയെന്ന് തരില്ല. നമ്മൾ അതുപോലെ എന്ത് ചെയ്യും? MLM വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ലീഡർക്ക് വിഷൻ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നാളെ നിങ്ങളാണ് ലീഡർ. നിങ്ങൾക്കെതിരെയാണ് ഈ ചൂണ്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിവും കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങളെ കൂടെ വന്ന ആളുകൾ നിങ്ങളെ കൂടെ നിൽക്കില്ല. നോബഡി ഫോളോസ് ദ ഏവറേജ് പീപ്പിൾ. രണ്ടാമത്, ഡെവലപ്പ് ആൻ ആർട്ട് ഓഫ് ഒബ്സർവേഷൻ. നിരീക്ഷണ പാഠം ഉണ്ടായിരിക്കും. 360 ഡിഗ്രിയിൽ നിരീക്ഷിക്കാനുള്ള പാഠം ഉണ്ടായിരിക്കണം എല്ലാ സ്ഥലത്തും.
സെയിൽസിന് പോകുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ ടീമിലാണെങ്കിലും നിങ്ങളുടെ ടീമിൽ വന്ന എല്ലാ മെമ്പേഴ്സിനെയും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അവരുടെ ലക്ഷ്യം എന്താണ്, അവരെന്തിനു വന്നു. ഇപ്പൊ എന്റെ 100ാമത്തെ നമ്പറിൽ വന്ന ഒരാളുടെ കൂടെ വന്ന ആളെ എനിക്ക് പേഴ്സണലി അറിയില്ല, സ്ട്രേഞ്ചറാണ് എനിക്ക്. മനോജ് സാറിന്റെ കഴിവ് നിങ്ങൾ നോക്കിയാൽ മതി. മനോജ് സാറിന്റെ 1,36,000 അടി താഴെയുള്ള ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ മനോജ് സാറായിട്ട് പേഴ്സണലി കണക്ഷൻ ഉണ്ടാവും, ഉറപ്പാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം. നിങ്ങൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഡാന മേഡം എന്ന് പറയുന്നത്, ഡാന മേഡത്തിന് മനോജ് സാറിന് അറിയായിരുന്നില്ല. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഡാന മേഡത്തെ ശോഭാ മേഡത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ട്രീ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 1,00,000 ആളുകളുടെ താഴെയായിരിക്കും ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ടാവാം, ഞാനടക്കം. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ കണക്റ്റഡ് ആണ്. ഈ കാണുന്ന ഈ ഇതിൽ കാര്യിരിക്കുന്ന 200ഓളം ആളുകളുമായിട്ട് അദ്ദേഹത്തിന് പേഴ്സണലി കണക്ഷൻ ഉണ്ട് അല്ലേ? നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുമാനമില്ലാത്തത്. ഡെവലപ്പ് ദ ആർട്ട് ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, കഴിവ് വികസിപ്പിച്ചെടുക്കുക. അവരെന്തിനു വന്നു എന്റെ കൂടെ, എന്റെ ടീമിലാണ്. അതെന്റെ പവറിലോ ഇൻകം സൈഡിലോ എവിടെ ആവട്ടെ, നിങ്ങൾ പവർ നോക്കണം ഇൻകം നോക്കണം ഒരുപോലെ, 2 കണ്ണ് പോലെ കാണണം 2ലേക്കും. എന്നിട്ട് അവർ വന്നത് അവർ നമുക്ക് മനസ്സിലാക്കണം. അവരെന്തിനു വന്നു, അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, അവർക്കൊരു വലിയ പ്രതീക്ഷ കൊടുത്തിട്ടാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നത്. നിങ്ങൾ എന്ത് ചെയ്ത് പ്രതീക്ഷ കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരെ ചതിക്കരുത്. അവിടെയാണ് ഒരു ലീഡർ ചത്തുപോകുന്നത്. ഒരു ഡൗൺലൈൻ ചത്തുപോകുന്നെല്ലാം പറയും. ഒരു ലീഡർ നശിക്കുന്നത് അവിടെയാണ്. 3ാമത്തെ, ലേൺ മോർ ദാൻ അതേഴ്സ് ഇൻ യുവർ ഫീൽഡ്. ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ലീഡർ ആവണമെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആളുകളെക്കാട്ടൊക്കെ കൂടുതൽ നിങ്ങൾ പഠിക്കണം. അതിനായിരിക്കണം നിങ്ങൾ ടീമിന് ട്രെയിനിങ് കൊടുക്കേണ്ടത്. ടീമിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ? എന്തിനാ? ആ ടീമിലുള്ള ആളുകൾ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അവരെ കൂടെ വന്ന ആളുകൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. നൈന മേഡത്തിന്റെ കൂടെ നിന്നാൽ രക്ഷപ്പെടും, ശോഭാ മേഡത്തിന്റെ കൂടെ നിന്നാൽ രക്ഷപ്പെടും, ഫിനീഷിന്റെ കൂടെ നിന്നാൽ രക്ഷപ്പെടും അല്ലെ? എന്തുകൊണ്ടാ? നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പലതിൽ കുറച്ച് പെയിൻ ഉണ്ട്, അതെടുക്കണം. അപ്പൊ ലേൺ മോർ ദാൻ അതേഴ്സ് ഇൻ യുവർ ഫീൽഡ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് വരണം എന്ന് പറയുന്നത്, പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പറയുന്നത്, NDOPകൾ എടുക്കാൻ പഠിക്കുന്നത് അല്ല. എപ്പോഴും ട്രെയിനിങ്ങിൽ, ഇപ്പൊ സൈസാറിന്റെ ട്രെയിനിങ്ങിൽ 2 ദിവസമായിട്ട് എപ്പോഴും അദ്ദേഹം പറയുന്നതാണ്, 5 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു NDOP എടുക്കുന്ന ലീഡർ ആവണം അല്ലെ? 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ലീഡർഷിപ്പ് ട്രെയിനിങ് എടുക്കുന്ന ട്രെയിനർ ആവണം. അതിന് ഈസിയാണ്, വായിൽ നാവ് മാത്രമേ വേണ്ടൂ, ഒന്നും വേണ്ട. വേറെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? നിങ്ങൾ എഴുതി വെച്ചാൽ മതി, ഇതേപോലെ അങ്ങ് പറഞ്ഞാൽ മതി. ഇതിനെക്കാട്ടും കുറച്ചും കൂടി, എന്നെക്കാട്ടും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, അവസരം കിട്ടാത്തതുകൊണ്ടാണ്. സെൽഫ് അനാലിസിസ്, സ്വയം അനലൈസ് ചെയ്യാം. ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ വേണം, എന്റെ ഒബ്സ്റ്റാക്കിൾസ് എന്താണ്, എന്റെ തടസ്സങ്ങൾ എന്താണ്, അത് തിരിച്ചറിഞ്ഞ് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കുക അല്ലെ? നല്ല മലയാളത്തിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലുള്ള മലയാളത്തിലുള്ള ബുക്ക് കിട്ടും. ഇനി എല്ലാ ബുക്കിന്റെ ഓഡിയോ ഇപ്പം യൂട്യൂബിൽ കിട്ടും. നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് നോക്കിയാൽ മതി, റിച്ച് ഡാഡ് പുവർ ഡാഡ് അല്ലെ? നിങ്ങൾക്ക് കിട്ടും അതിന്റെ ഓഡിയോ യൂട്യൂബില്. സീക്രട്ട് ആ ബുക്കുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഓഡിയോ മലയാളത്തിലുള്ളത് കിട്ടും, കേട്ടാ മതി ഒരു ഇയർഫോണൊക്കെ വെച്ചിട്ട്. ബി വിത്ത് അതർ ലീഡേഴ്സ്. 5ാമത്തെ പോയിന്റ്, എല്ലാ ലീഡറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു MLM ലീഡറായിട്ട് മാറാൻ പറ്റും. ഞാൻ പറഞ്ഞത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. പക്ഷെ നിങ്ങൾ ഒരു ലീഡർഷിപ്പിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ പരിധിന്റെ ഒരു കഥ പറയുന്ന പോലെ ഒരു സമയം കഴിയുമ്പോൾ, കഴിഞ്ഞ 10-40 കൊല്ലം ആയില്ലേ ജീവിക്കുന്നു, പരുന്തും അതുപോലെ തന്നെയാണ്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, ഇത് ചാവാനാകുന്ന സമയത്ത് വീണ്ടും പാറപ്പുറത്ത് പോയി അതിന്റെ കൊക്കുകൾ ഉരച്ച് പൊട്ടിച്ച് അതെന്ത് ചെയ്യും, അതിന്റെ തൂവലൊക്കെ പറിച്ച് അല്ലെ, നാങ്ങളൊക്കെ എന്ത് ചെയ്യും, പൊട്ടിച്ചെടുത്ത് നിങ്ങൾ യൂട്യൂബ് വീഡിയോ എടുത്ത് കണ്ടാൽ മതി. എന്നിട്ട് ഒരു റീബർത്ത് അത് ഉണ്ടാക്കും, ഒരു വീണ്ടും പുനർജനിക്കും. പിന്നീട് അത് വീണ്ടും 10-60 വർഷത്തിന്റെ മുകളിൽ എന്ത് ചെയ്യും, അത് ജീവിക്കുന്നതാണ്. നമ്മൾ കുറെ കാലമല്ലേ ഇതുപോലെ ജീവിച്ചു പോകുന്നു. ഇനിയൊന്ന് മാറ്റി പിടിക്കുക. നമ്മളൊരു റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഹെൽത്തി ആയ ഫൈനാൻഷ്യലി ഫ്രീഡം ഉള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടാവും. ഈ സൂമുകാരി എന്നതുകൊണ്ട് ആരും എവിടെയും വിജയിക്കൂല. അങ്ങനെ വിജയിക്കുന്നതാണെങ്കിൽ ലോകത്തിൽ MLM ഏറ്റെടുത്ത 100% ആളുകളും വിജയിക്കൂല.
നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങി പണിയെടുത്ത് ആളുകളെ കൂടെ പണിയെടുത്ത് ആളുകളെ കൂട്ടി പണിയെടുക്കുന്ന സമയത്താണ് നിങ്ങൾ വിജയിക്കും. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ നേരുകയാണ്. ഒരു കാരണവശാൽ ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇത് ഇങ്ങനെ പറയാൻ പറ്റൂ, ഇത് സൂമിൽ എടുക്കേണ്ട സെഷൻ അല്ല, ഇത് ലൈവായിട്ട് നമുക്ക് എന്താ പറയുക നെഞ്ചി തീയുള്ള മൂട്ടിന് തീപിടിച്ച ആളുകൾക്ക് കൊടുക്കേണ്ട സെഷനാണ്. ഇവിടെ തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെങ്കിൽ നിങ്ങൾ മാറിയേ പറ്റൂ. ഇഫ് യു നീഡ് എ ചേഞ്ച് യു ചേഞ്ച് എന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും വളരെ സമ്പൽ സമൃദ്ധമായ എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാകുന്ന ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മിനി സാർ. നമുക്കറിയാം, ഒരു ദിവസം NDOP എടുത്താൽ പോലും തീരാത്ത ഒരു വിഷയമാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതിനെ പറ്റി സാറ് വളരെ വ്യക്തമായിട്ട് ഈ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ അതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാരും ഇത് മനസ്സിലാക്കുകയും നമ്മുടെ ടീമിലേക്ക് പ്രാവർത്തികമാക്കുകയും ചെയ്ത് നല്ലൊരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി അവർക്കെല്ലാം വിജയത്തിലേക്ക് എത്താനുള്ള ഒരു പടി ആണ് ഇത്. ഒരു ചവിട്ടുപടിയായി ഇതിനെ കണ്ടുകൊണ്ട് എല്ലാവരും ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ടീമിലേക്കും പ്രായോഗികമാക്കിക്കൊണ്ട് എടുക്കുക. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് വൈൻഡ് സെക്ഷനിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മുടെ കൂടെ എന്നും ഈ പ്രഭാതത്തിൽ നമ്മുടെ കൂടെ വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ. സാറിനെ പറ്റി എങ്ങനെ പറഞ്ഞാലും നമുക്ക് മതി വരില്ല. 100 നാവ് എന്ന് പറയാ നമ്മുടെ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പൊ അത്രയ്ക്കും സാറ് നമ്മുടെ കൂടെ. നമുക്കറിയാം, ഇത്രയും കോടികളൊക്കെ വാങ്ങിയ, ഒരു 50 ലക്ഷം വാങ്ങിയാൽ പോലും നമ്മുടെ ലീഡേഴ്സിനെ പിന്നെ കാണാറില്ല. അവരെ അത്രയും ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ മാത്രമേ വരാറുള്ളൂ. പക്ഷെ നമുക്ക് അറിയാം, മനോജ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ എല്ലാ ദിവസവും ഈ ഒരു പ്രഭാതത്തില് നമ്മുടെ കൂടെ വരികയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. ഒരു ബോട്ടം ലെവലിലുള്ള ആളുകളെ പോലും രക്ഷപ്പെടുത്തണം എന്ന അതിയായ ആഗ്രഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന മനോജ് സാറ് ഇന്നലെ ഞങ്ങൾ 2 ഡേ ട്രെയിനിങ് ക്യാമ്പില് ശരിക്കും നമ്മൾ കുറച്ച് പേരെയൊക്കെ ടീമില് നമ്മൾ വിളിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമുക്ക് കിട്ടേണ്ട ക്ലാസ്, നമുക്ക് ഒത്തിരി അറിവുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വിജയിക്കാൻ പറ്റൂ എന്ന തിരിച്ചറിവ് ഉണ്ടായിട്ട് പോലും അവിടെ പല എക്സ്ക്യൂസുകളും പറഞ്ഞെത്താത്ത കുറെ ആളുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു കാടിന്റെ ഉള്ളിലേക്ക് ഒരു മീറ്റിംഗ് വെച്ചിട്ട് പോലും യാതൊരു എക്സ്ക്യൂസും പറയാതെ സാറ് ഞങ്ങൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഞങ്ങളെ ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹിക്കാൻ വേണ്ടി സാർ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഒത്തിരി താങ്ക്സ് ഉണ്ട് സാറിന്. നമുക്കറിയാവുന്നതാണ്, സാറ് വളരെ കുറഞ്ഞ കാലം കൊണ്ട്, അതായത് 10 മാസം കൊണ്ട് 1 കോടി നേടുകയും ഇപ്പൊ 3.5 വർഷം കൊണ്ട് 3 കോടി ഏൺ ചെയ്യുകയും ചെയ്ത് എല്ലാവർക്കും ഒരു മാതൃകയായി വിജയിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെ എല്ലാവരുടെയും അനുവാദത്തോടെയും സ്നേഹത്തോടെയും വളരെയധികം ആദരവോടുകൂടിയും സാറിനെ ഈ ഒരു ക്ലോസിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു മാഡം. താങ്ക് യു നൈന മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുകയാണ്. ഇന്നത്തെ ലീഡർഷിപ്പിനെ കുറിച്ചാണ് നമ്മുടെ പ്രിയങ്കരനായ മനീഷ് സാറോട് സംസാരിച്ചത്. അതിന് മുമ്പായിട്ട് നമ്മുടെ MC ഇവിടെ സൂചിപ്പിച്ചു, ഇന്നലെ മനീഷ് സാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു വയനാട്ടിൽ. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഏകദേശം ഒരു 10-12 കിലോമീറ്റർ അകത്തേക്ക് മാറിയിട്ട് ഒരു വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു റിസോർട്ടിനകത്തായിരുന്നു ആ പ്രോഗ്രാം. ആ പ്രോഗ്രാം വെച്ചപ്പോൾ പലരും പറഞ്ഞു, അവിടെ എങ്ങനെ ആളുകൾ എത്തുക, അവിടെ മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്, ആന ഇറങ്ങും, പുലി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ വരാൻ മടിച്ചിരുന്നു. നമ്മൾ 40 പേരെയാണ് അവിടെ പ്രതീക്ഷിച്ചിരുന്നത്. 40 പേർക്ക് 41 പേരായിട്ട് ആ പ്രോഗ്രാം മാറ്റാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ബിഗ് കൺഗ്രാജുലേഷൻ മനീഷ് സാർ. അതേപോലെ തന്നെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും അഭിനന്ദനങ്ങളും വിജയാശംസകളും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. ഞാനും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. വളരെ സജീവമായിട്ട് ഇന്നലെ 4 മണിക്ക് തീർക്കണമെന്ന് ഉദ്ദേശിച്ച പ്രോഗ്രാം ഏകദേശം ഒരു 5:30 അവിടുന്ന് തീർന്നപ്പോ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആവേശം ചോരാതെ അതേപോലെ എല്ലാവരും പ്രോഗ്രാം കഴിയുന്നവരെ നിന്നു എന്നുള്ളതാണ്. കുറച്ചു പേര് മാത്രമേ പോയിട്ടുള്ളൂ. വളരെ ദൂരം പോകുന്ന സ്ത്രീകളിൽ 1-2 പേര് പോയിട്ടു.
പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഈ 2 ദിവസം മഴയൊന്നും ഇല്ലാതെ, മഴയൊക്കെ ആണെങ്കിൽ വളരെ പ്രയാസപ്പെടുമായിരുന്നു. അങ്ങോട്ട് കട്ട് റോഡാണ്, അതിലൂടെയൊക്കെ വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകാൻ വലിയ പ്രയാസമായിരുന്നു. അപ്പൊ പ്രകൃതി ശക്തി പോലും നമുക്ക് അനുകൂലമായിട്ട് നിന്നു എന്നുള്ളതാണ് ആ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലീഡർഷിപ്പിനെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു ലീഡറാകണമെങ്കിൽ ഒരു ലീഡേഴ്സ് തീരുമാനിക്കുന്ന പ്രോഗ്രാമിലേക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ്. ഒരു അനുസരണയുള്ള ഒരു നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു ലീഡർ ആവാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അനുസരണ ഉണ്ടാകണം ആദ്യം. എന്തിനാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വെക്കുന്നത്? എന്തിനാണ് ഇതിന്റെ LTP ആയാലും RTP ആയാലും അല്ലെങ്കിൽ വേറെ ലീഡർഷിപ്പ് ലെവലിലുള്ള ABC, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഇങ്ങനെ പല പല ലെവൽ ട്രെയിനിങ്ങുകളൊക്കെ വെക്കുന്നത് എന്തിനാണ് നമ്മൾ ചിന്തിക്കണം. ഇത് മിനി സാറിന് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരെയും ലീഡർഷിപ്പിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ സ്വയം ഒരു ലീഡറായിട്ട് നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാവുള്ളൂ. നമുക്ക് നന്നായിട്ട് വിജയിക്കണമെങ്കിൽ നമ്മുടെ കൂടെ വന്ന ആളുകളെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിപ്പിക്കുന്ന ആക്കിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. കൂടുതൽ കൂടുതൽ ലീഡേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? അവനാണ് യഥാർത്ഥ ലീഡർ ആവുള്ളൂ. കൂടുതൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലീഡർ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് വാ, നിനക്ക് ആന തരാം, ചേന തരാം എന്ന് പറഞ്ഞ് പിടിച്ച് ഇവിടെ കൊണ്ടുവച്ച് വെക്കുന്ന ലീഡർഷിപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയും ചില ആളുകൾ ഓടുന്നുണ്ട്. അവൻ വന്നാൽ ഞാൻ ജയിച്ചു കേട്ടോ, അവനിപ്പോ ഇത്രയൊക്കെ സംഭവങ്ങളാണ്, ഭയങ്കര സംഭവമാണ്, അവൻ അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് ചില ആളുകൾ അങ്ങനെ പറയുക എന്നിട്ട് സമയം കളയുന്നുണ്ട്. ചിലപ്പോ അങ്ങനെ ആരും കഷ്ടകാലത്തിന് വന്നാൽ അവൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകാറുള്ളൂ. ഇവിടെ കുളം കലക്കിയിട്ട് പോകുന്ന ലീഡേഴ്സും ഉണ്ട്. അങ്ങനെ എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഭയങ്കര സംഭവമായി കളിക്കുന്നു. അങ്ങനെ ഒരു ലീഡർ എന്തൊക്കെയായിരുന്നു സംഭവം എന്നറിയാം, പുലി വരുന്നേ എന്ന് പറഞ്ഞു. അന്നേരം വന്നത് പൂച്ചയായിരുന്നു എന്ന് മനസ്സിലായി എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ. ഒരു ടീമിന് കുളം കലക്കി പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ അടുത്ത് ഒരു കുളം കലക്കിയാല് കലങ്ങൂല, അത് വേറെ കഥ. അത് വേറെ കഥ. അപ്പൊ അങ്ങനെയുള്ളവരെ പിറകിലെല്ലാം പോകേണ്ടത്. നമ്മുടെ കൂടെ വന്ന കഴിവുള്ള ആളുകൾ ഇത്രയും ആളുകളുണ്ട്. മനുഷ്യന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അപാരമായ കഴിവാ. മനസ്സിലായ? അതാ ഇന്നലത്തെ അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ന്യൂറോ സയൻസ് ആണ്. ഒരു മനുഷ്യന് വിജയിക്കണമെങ്കിൽ അവന്റെ ബ്രെയിൻ ആണ് ഫങ്ഷൻ ചെയ്യേണ്ടത്. നമ്മൾ എത്ര ഫിസിക്കൽ പണിയെടുത്തിട്ട് കാര്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ലുവെട്ട് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, ആശാരിപ്പണി എടുക്കുന്ന ആളുകളുണ്ട്, പാറ പൊട്ടിക്കുന്ന ആളുകളുണ്ട്, ഇല്ലേ, ചുമടെടുക്കുന്ന ആളുകളുണ്ട്, വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട്, എന്തെല്ലാം ഫിസിക്കൽ, ബേക്കറിയിൽ പണിയെടുക്കുന്ന ആൾ, പൊറോട്ട അടിക്കുന്ന ആളുണ്ടല്ലേ. ചില ആൾ 25 കിലോ അടിക്കും, ചില ആൾ 50 കിലോന്റെ മാവ് പൊറോട്ട അടിക്കട്ടെ, അവനെ പണിക്ക് വിളിക്കാന്ന് പറയും, ഇല്ലേ. കായികാധ്വാനാണത്. പക്ഷെ കായികാധ്വാനത്തിലൂടെ ഒരാളും ലോകത്ത് കോടീശ്വരനായിട്ടില്ല എന്റെ പൊന്നു സുഹൃത്തുക്കൾ. മനസ്സിലായ? അപ്പൊ കായികാധ്വാനത്തിന് പുറമെ നമുക്ക് ശരിക്കും വേണ്ടെന്താണ്, അല്ലെ, ഫിസിക്കൽ ആൻഡ് മെന്റൽ, അല്ലെ. ഈ 2 എബിലിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ മെന്റൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ മെന്റൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് ചില കുറച്ച് പണിയുണ്ട്, അല്ലെ. ഫിസിക്കൽ എബിലിറ്റി കുറെ ദിവസം പോയി പഠിച്ചാൽ പൊറോട്ട അടിക്കാനൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെ. മരപ്പണി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നല്ലൊരു ലീഡർഷിപ്പിലേക്ക് നിങ്ങൾക്ക് വളരാനും നിങ്ങളുടെ കൂടെ വന്ന ആളുകളെ ലീഡേഴ്സാക്കി മാറ്റുക, അവിടെയാണ് നമ്മൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ന്യൂനതകളുണ്ടാവും. എല്ലാം തികഞ്ഞവനായിട്ട് ആരും ഭൂമിയിൽ ജനിക്കുന്നില്ല. മനസ്സിലായ? പക്ഷെ കിട്ടിയത് എന്തെല്ലാം ഉപയോഗിക്കുക. എനിക്കിപ്പോ ഡ്രൈവിംഗ് അറിയില്ല. പരമാദാരിദ്ര്യത്തിൽ ജനിച്ചു വളർന്ന് എനിക്കെന്ത് ഡ്രൈവിംഗ് ഓടിക്കാനുള്ള മനസ്സ്, അല്ലെ. എങ്ങനെ മനസ്സുണ്ടാവേണ്ടത്? ഒന്നും മനസ്സുണ്ടാവില്ല സ്വാഭാവികമായിട്ട്. അത് അങ്ങനെയാണ്, ആ സാഹചര്യം അങ്ങനെയാണ്. ഇവരെങ്ങനെ ഡ്രൈവിംഗ് ഓടിക്കും? പക്ഷെ എന്റെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ 2 മക്കളും കാർ ഓടിക്കും, ബൈക്ക് ഓടിക്കും, എല്ലാം ഓടിക്കും. ഞാൻ പഠിച്ചിട്ടില്ല. വേണമെങ്കിൽ പഠിക്കാമായിരുന്നു. പക്ഷേ ബയട്ടോറിയം എന്ന് പറഞ്ഞ റോക്കറ്റിന്റെ പൈലറ്റ് ആവാൻ എനിക്ക് സാധിക്കുന്നതാണ്. മനസ്സിലായ? ഈ ബയട്ടോറിയം എന്ന് പറഞ്ഞ റോക്കറ്റാണിത്. ഇത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. ഇത് സൈക്കിളല്ല, ഇതൊരു കാറും അല്ല, ഇതൊരു ട്രെയിനും അല്ല, ഇതൊരു റോക്കറ്റാണ്. ഈ റോക്കറ്റിന്റെ പൈലറ്റ് ആകാൻ വേണ്ടി എനിക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? അതെന്റെ തീരുമാനമാണ്, എന്റെ കോൺഫിഡൻസ് ആണ്, അല്ലെ, എന്റെ ആറ്റിറ്റ്യൂഡാണ്, എന്റെ മനോഭാവമാണ്. അതുപോലെ നിങ്ങൾക്കും ചില പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും എന്ത് വേണം? നമ്മൾ കടന്നു വന്ന ഈ മേഖല, ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ബയട്ടോറിയത്തിന്റെ ഒരു പൈലറ്റ്, നിങ്ങളുടെ ടീമിന്റെ ഒരു പൈലറ്റ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉത്തരവാദിത്തമായിട്ട് എടുക്കണം. അവിടെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്.
നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ടീമിലേക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഞാൻ എപ്പോഴും പറയും പോലെ അല്ലെ, മനുഷ്യത്വമില്ലാത്ത മനുഷ്യരായിട്ട് നിങ്ങൾ മാറരുത്. മനുഷ്യരുടെ പേര് തന്നെ മനുഷ്യത്വം തന്നിരിക്കണം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളായി പോകും. 2 കാലിലെ മൃഗമാണ് മനുഷ്യൻ. മൃഗത്തിന്റെ എല്ലാ സ്വഭാവവും നമുക്കുണ്ട് അല്ലെ. കട്ടിച്ചു കയറുന്ന ദേഷ്യമുണ്ട് അല്ലെ. ചിലപ്പോ കട്ടിച്ചു കയറുന്ന ദേഷ്യം വരും അല്ലെ. ഭാര്യയും ഭർത്താവും ലഹള കൂടിയ പാത്രത്തിന്റെ ഒച്ച കേട്ടാൽ മനസ്സിലാവും. അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല. അവിടെ ലഹളയാണ് കൂടെ പടവോടെ നിന്നുകൊണ്ട് പാത്രങ്ങളൊക്കെ വീഴുന്ന് കാണാം അല്ലേ. ഞാൻ രാവിലെ ഒരു തമാശ പറഞ്ഞാണ്. അപ്പോ മനുഷ്യനിൽ ഇതൊക്കെ ഉണ്ടെന്ന്. ദേഷ്യമുണ്ട് അല്ലെ. മൃഗങ്ങൾക്കുള്ള എല്ലാ സ്വഭാവവും ഉണ്ട്. അപ്പോ അതിനെ നമ്മൾ ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്തെടുത്തിട്ടാണ് ഇന്നത്തെ ഈ രീതിയിലേക്ക് വന്നത്. അതുപോലെ തന്നെയാണ് ടീമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ വരും. പക്ഷേ എന്നാലും നമ്മൾ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി, ചിരിയോടുകൂടി, സന്ദേശത്തോടു കൂടിയിട്ട് ടീമിൽ വരുന്ന ഓരോരാൾക്കും വേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കണം. എവിടെ കണ്ടാലും ചില ലീഡേഴ്സ് ഒക്കെ ഉണ്ട്, ടോപ്പ് ലീഡേഴ്സ് ഒക്കെ ഇവിടെ സംസാരിക്കും. പുതുതായിട്ട് വന്ന ആളെ പരിചയപ്പെടാനോ, ഒന്ന് പേര് ചോദിക്കാനോ, അവർക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനോ, ഒന്ന് ചേർത്ത് നിൽക്കാനോ ഒന്നും പലരും ശ്രദ്ധിക്കാറില്ല. ചില ആളുകളുടെ ഇതാണ്, ഒരാളുടെ വേ ഓഫ് എന്താ പറയാ, ന്യൂറോ സയൻസ് ആണ് അല്ലെ. ന്യൂറോ സയൻസിൽ ഉണ്ടാക്കുന്ന പാത്വേ ആണ് അല്ലെ വിനീഷ് സാറേ. നമ്മൾ ഈ ബ്രെയിനകത്ത് കുറെ പാത്വേ ഉണ്ടാക്കണം എന്നാണ് ഇന്നലെ പഠിപ്പിച്ചത്. ഇന്നലെ നമ്മളെ പ്രിയങ്കരനായ രമേശ് സാറാണ് അവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് പരിചയപ്പെട്ടത്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ ലോഡ്ജിലാണ് താമസിച്ചത്. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ എത്തി. അദ്ദേഹം ഒരു 12 മണിക്കാണ് വന്നത്. അതുകൊണ്ട് രാവിലെയാണ് പരിചയപ്പെടാൻ സാധിച്ചത്. അദ്ദേഹം കുറുമാത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്, അറ്റ് പ്രസന്റ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു അധ്യാപകനും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പല മേഖലകളിൽ ഏകദേശം 12ഓളം സർക്കാർ ജോലി കിട്ടിയ ആളാണ്. അങ്ങനെ ചൂസ് ചെയ്താണ് അവസാനം അധ്യാപക ജോലി എടുത്തത്. ആ കൂട്ടത്തിൽ ജയിലിൽ കുറച്ചു കാലം പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നൈന മേഡം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണത്. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം പലതിനത്തും എന്താ പറയാ, PhD എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ നല്ല അറിവ് അദ്ദേഹത്തിനുണ്ട്. എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും വാദവരാതെ ക്ലാസ് എടുക്കാനുള്ള ഒരു വിജ്ഞാനത്തിന്റെ വലിയ ഒരു ഭണ്ഡാകാരമാണ് രമേശൻ സാർ എന്ന് കുറച്ച് സമയത്തെ ഇടപെടലിലൂടെ സാധിച്ചു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം നമ്മുടെ ടീമിനെ, കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ മൊത്തം ടീമിനെ വലിയൊരു വെളിച്ചം പകരാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ടീം ലീഡേഴ്സും എന്നെ കോണ്ടാക്ട് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഇന്നലെ അവിടെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്ക് വിജയിക്കണമെങ്കിൽ കുറെ കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാനുണ്ടെന്നുള്ളതാണ്. മാറ്റിപ്പിടിക്കാനുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് വിജയിച്ചിട്ടില്ല? നിങ്ങളോട് തന്നെ ചോദിക്കണം. ഇവിടെ എന്തിന്റെ കുറവാ അല്ലേ? പ്രൊഡക്റ്റ് അടിപൊളി റിസൾട്ട്, ഇൻകം പ്ലാൻ സൂപ്പർ അല്ലേ, നല്ല ടീം, എല്ലാവരും ഫീൽഡിൽ പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, സൂം മീറ്റിംഗ് ഉണ്ട്, രാവിലെ മീറ്റിംഗ് ഉണ്ട്, BOP ഉണ്ട്, NDOP ഉണ്ട്, RTOP, എത്രയോ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ വിജയിക്കുന്നില്ല അല്ലെ. നമ്മൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അവിടെ വലിയ 1 വർഷം കൊണ്ട് 1 കോടിയൊന്നും എത്തേണ്ട നിങ്ങൾ. ഇപ്പൊ നമ്മുടെ ഇൻകം പ്ലാനിൽ ഒരു വർഷം 5.5 കോടി രൂപ മേടിക്കാൻ പറ്റും. 5.5 കോടി രൂപ മേടിക്കാൻ പറ്റും. 10% മേടിക്കേണ്ട പൊന്നു സുഹൃത്തുക്കളെ, മനസ്സിലായ? ഈ കോടി കട വെക്കുക നിങ്ങൾ. 10% മേടിച്ച് 55 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് പഠിക്കാം. ബാക്കി 90% നിങ്ങൾ മടിയന്മാരായിട്ട് അവിടെ ഇരിക്കും. ഞാൻ കുറച്ചിട്ടാ പറയുന്നുണ്ട്. ലീഡർമാർക്ക് എന്നോട് ദേഷ്യം വരില്ലേ? ഇയാൾ രാവിലെ കയറിയിട്ട് എന്റെ ടീമിലൊക്കെ 1 കോടി അടിക്കുന്ന 10-25 കോളെ ഞാൻ സെറ്റ് ചെയ്തതാണ്, അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ആക്കിയൊന്നും പറയണ്ട. നേടാൻ പറ്റുന്ന കാര്യം ഞാൻ പറയുന്നത്. 10% പണിയെടുത്തൂടെ നിങ്ങൾക്ക് ഇല്ലേ? അപ്പൊ 10% നമ്മൾ ഒറ്റക്കല്ല വേണ്ട. അതിനാണ് ഇവിടെ ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ വാഹനങ്ങൾ കണ്ടില്ലേ? 2 ടയറുള്ള വാഹനം, സൈക്കിള്, അത് എത്ര സ്പീഡിൽ പോകും? അതിനും പോകാം നമുക്ക് തിരുവനന്തപുരത്തേക്ക് അല്ലെ. 4 ചക്രമുള്ളത് പോകാം അല്ലേ. 6 ചക്രം 8 ചക്രമുള്ളതും പോവാം. വലിയ ലോറി പോകുന്നുണ്ടല്ലേ നിങ്ങൾ? എന്റെ ചക്രം എണ്ണാൻ തന്നെ പറ്റില്ല. നമുക്ക് അത്രയും ചക്രങ്ങൾ ഉണ്ടാവും അല്ലെ, വേഗത്തിൽ പോകും അത്. അതുപോലെ ലോഡും വലിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ചക്രങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ലീഡേഴ്സിന്റെ എണ്ണം കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായ? നിങ്ങളുടെ ടീമിൽ ലീഡേഴ്സിന്റെ എണ്ണം കൂട്ടി കൊണ്ടുവന്നാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞ ഏറ്റവും തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്, മിനിമം ഒരു 55 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നേടാൻ. എന്റെ അബ്ബാസ്ക, ഒരു സംശയവും വേണ്ട. 10% പണി. അബ്ബാസ്ക ഒന്നും 10 അല്ലെ. അബ്ബാസ്കയൊക്കെ ഇപ്പൊ 50% പണിയെടുക്കുന്നുണ്ട്. ബാക്കി 50% അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കോട്ടെ. 50% പണിയെടുത്ത് അങ്ങ് കിട്ടും ഏകദേശം 3 കോടിയുടെ അടുത്ത്. മനസ്സിലായ ഞാൻ പറഞ്ഞ പോയിന്റ്? അപ്പൊ ഇതിലേക്ക് ഒന്നും കൂടെ നമ്മൾ ഗോളുകൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം, ടൈം ബൗണ്ടായി. അതാണ് വിജയിക്കാത്തതിന് കാരണം. അതാണ് ഒരു വീക്കിൽ ഇത്ര രൂപ വരുമാനം വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിരിക്കണം. എവിടെ പോയാലും കസ്റ്റമറെ കണ്ടണം. ചില പ്രൊഡക്റ്റ് സെയിലായിരിക്കും,
ആ രീതിയിൽ നിങ്ങൾ പോയിട്ട് അത് വാങ്ങാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. ക്ലിയറായ പറഞ്ഞത്? ഇങ്ങനെ നമുക്ക് ടീമിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ വരുമാനം കിട്ടുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഈ ആഴ്ച എനിക്ക് ഇത്ര കിട്ടി. അപ്പൊ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടി വർദ്ധിക്കും. ആ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അവർക്ക് ഒന്നും കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരിക, അല്ലെ? ഒന്നും കൂടി അവർ ആത്മാർത്ഥത കാണിക്കുക. അപ്പൊ അവരുടെ ലീഡർഷിപ്പ് തനിയെ തെളിഞ്ഞു വരും, അല്ലെ? അല്ലാണ്ട് ലീഡർഷിപ്പ് നമുക്ക് ഒരാളെ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതല്ല, ആണോ? അല്ല, അതൊരു പൊസിഷനും അല്ല, അല്ലെ? ലീഡർഷിപ്പ് നോട്ട് എ പൊസിഷൻ. അതെന്താണ്? അത് നമ്മൾ സ്വയം നേടിയെടുക്കേണ്ടതാണ്. മനസ്സിലായ? നമ്മൾ സ്വയം തീരുമാനിക്കണം ഞാൻ ലീഡർ ആവണം, എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. അല്ലാണ്ട് ഞാൻ ലീഡറാണെന്ന് പ്രഖ്യാപിച്ച് ലൂയി 14 പ്രഖ്യാപിച്ച കണക്ക് ഞാനാണ് രാജ്യം എന്ന് പറഞ്ഞിട്ട് വരുന്ന പല ലീഡർമാരുണ്ട്. മനസ്സിലായ? അവരൊന്നും ആരും അംഗീകരിക്കൂല. അവരൊക്കെ കാലത്തിന്റെ കുത്തൊഴുകിൽ അങ്ങ് ഒഴുകിപ്പോകും കുറച്ച് കഴിയുമ്പോൾ. മനസ്സിലായില്ലേ? അവർക്കൊന്നും നമ്മുടെ ഹൃദയങ്ങളിൽ കൂടുകൂട്ടാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഹൃദയങ്ങളിൽ കൂടി വരുന്ന ലീഡേഴ്സാണ് യഥാർത്ഥ ലീഡേഴ്സായിട്ട് ഇവിടെ നിലനിൽക്കുള്ളൂ. നിങ്ങളൊരു യഥാർത്ഥ ലീഡർ ആവണം. ബലൂൺ കാറ്റടിച്ച് നടത്ത പോലത്തെ ലീഡറായി മാറരുത് നിങ്ങളുടെ ടീമിൽ. കാരണം അവർക്ക് അവരുടെ കൂടെ അവരുടെ വേർപ്പും അവരുടെ വെയിലും അവരുടെ മഞ്ഞും അവരുടെ ദുഃഖവും അവരുടെ സന്തോഷവും അവരുടെ ചിരിയിലും അവരുടെ വേദനയിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് അവർക്ക് ക്രൈറ്റീരിയ അച്ചീവ് ചെയ്തുകൊണ്ട് അവർക്കൊരു ഫാമിലി ബോണസ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ അവർ പറയണ എന്റെ ലീഡർ ഇന്ന ആളാണ് കേട്ടാ, ഖദീജ മേഡാണ് എന്റെ ലീഡർ, അല്ലെ? ഞാൻ കണ്ടാളെ പേര് പറഞ്ഞു കേട്ടുള്ള. അങ്ങനെ അവരിലൂടെ പറയണത് നമ്മളെ ലീഡർ ഇന്ന ആളാണെന്ന് നിങ്ങൾക്ക് പറയിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. അതെങ്ങനെയാ സാധിക്കുക? നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് അത് സാധിക്കുക, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയാണ് സാധിക്കുക, അവർക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ചൂട് പകർന്നു കൊടുക്കുമ്പോഴാണ് സാധിക്കുക. ഇങ്ങനെ നിങ്ങൾ സ്ഫുടം ചെയ്തു വരുന്ന ഒരു ലീഡേഴ്സായിട്ട് മാറണം. വലിയൊരു അച്ചീവ്മെന്റ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. നമുക്ക് അസാധ്യം എന്ന് തോന്നുന്നത് പോസിബിൾ ആക്കി മാറി. ഇമ്പോസിബിൾ എന്നാണ് നമ്മളെല്ലാം നടക്കൂല ഒന്നും നടക്കൂല. അവനോട് പറഞ്ഞു ഇവനോട് പറഞ്ഞു ഇവനും ഇല്ല ഒന്നും നടക്കൂല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മാറി നിൽക്കരുത്. മനസ്സിലായില്ലേ? എല്ലാം നടക്കുന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ്, അല്ലേ? കുറെ കൊല്ലം മുമ്പ് ചന്ദ്രനിൽ പോയി ഇറങ്ങാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ? ചന്ദ്രനിൽ പോയി ഇറങ്ങുമല്ലോ, നടക്കുവോ? അത് നടക്കൂല കേട്ടാ, അല്ലെ? പക്ഷെ ഇപ്പൊ നമുക്കത് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചന്ദ്രനിൽ പോകാം. എന്തുകൊണ്ടാ വിശ്വാസം വന്നത്? ചന്ദ്രനിൽ പല ആളുകളും പോയി ഇറങ്ങി, അല്ലെ? ആദ്യം നീൽ ആംസ്ട്രോങ് ചെന്നിറങ്ങി, അതിനുശേഷം പലരും ചെന്നിറങ്ങി. അപ്പൊ നമ്മൾ വിചാരിച്ച നടക്കൂലേ? ഇല്ലേ? നടക്കും. അതിനു മുമ്പേ അത് അസാധ്യമായിരുന്നു, നടക്കൂല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്, അല്ലേ? ശരിയല്ലേ? എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ അത്രയും വലിയ പർവ്വതം കണ്ടു ആരും കീഴടക്കാൻ പറ്റുമോ? ആളുകൾ കുറെ നോക്കി, നടന്നില്ല. ആളുകളൊക്കെ തിരിച്ചു വന്നു. പിന്നെ എങ്ങനെ സാധിച്ചത്? ടെൻസിങ്ങും ഹിലാരിയും കീഴടക്കി. ഒരു ദിവസം കൊണ്ടാണോ? ഒരു മാസം കൊണ്ടാണോ? ഒരു വർഷം കൊണ്ടാണോ? 5 വർഷം കൊണ്ടാണോ? 10 വർഷം കൊണ്ടാണോ? എത്രയോ വർഷം, 18 വർഷം അവരുടെ എഫേർട്ടാണ് അത് കീഴടക്കുന്നത്. അതിനുശേഷം എല്ലാവർക്കും മനസ്സിലായി അത് കീഴടക്കാൻ പറ്റുന്നു, അല്ലേ? ശരിയല്ലേ? അതുപോലെയാണ് ഇതും. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് മനസ്സ് നേടിത്തരും. അതിന് നമ്മളെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് സെഷൻ ഈ ശനിയാഴ്ച 13-ാം തീയതി അതേ രമേശ് സാറിന്റെ ഒരു ട്രെയിനിങ് സെഷൻ, അത് 1 ഡേ ട്രെയിനിങ് സെഷനാണ്. കണ്ണൂർ വെച്ച് നടക്കുകയാണ്. അതിന്റെ പിക്ക് വരും. അവിടെ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവും. അതിന് എൻട്രി ഫീ ഉണ്ടാവും. നോട്ട് ബുക്കും പേനയും അല്ലാതെ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണത്. പാത്വേ, നിങ്ങളുടെ ബ്രെയിനിലുള്ള കുറച്ച് പാത്വേസ് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ക്ലാസ് ആണ്. കണ്ണൂരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും നമുക്കത് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാലും പറ്റുന്ന ലീഡേഴ്സ് ഒക്കെ ഒന്ന് അവിടെ വരിക, അതൊന്ന് അറ്റൻഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു കാര്യം ഈ ലോകത്തില്ല. എല്ലാം പോസിബിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. നല്ല നല്ല ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ലീഡേഴ്സിനെ നിങ്ങളുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങുകൾ കാര്യങ്ങൾ കൊടുക്കുക. ഇത്രയും സുപ്രഭാതം പറയാനുള്ളൂ. പിന്നെ കുറച്ച് അപ്ഡേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും LRP പോയിന്റ് ഇപ്പൊ ക്യാരി ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ ഒന്നും റീപർച്ചേസ് ചെയ്യാത്ത ആളുകൾക്കും LRP പോയിന്റ് ക്യാരി ഫോർവേഡ് ചെന്നിട്ട് നോക്കുക. എല്ലാവരും ഡാഷ്ബോർഡിൽ ഏറ്റവും താഴെ ഒരു ഗ്രീൻ ലൈൻ കാണും. അവിടെ പ്രസ് ചെയ്യുമ്പോൾ മെയ് 31 മുതൽ ഇങ്ങോട്ടുള്ള LRP പോയിന്റ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും എല്ലാവർക്കും. അത് ഇനി കണ്ടിന്യൂ ചെയ്ത് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഈ സെപ്റ്റംബറിൽ എല്ലാവരും റീപർച്ചേസ് ചെയ്തോളണം. അത് ഏറ്റവും നേരത്തെ ചെയ്യാന്നുള്ളതാണ്. ഡേറ്റ് കഴിഞ്ഞവരൊക്കെ ഉടനെ ചെയ്തോളണം. ഇല്ലെങ്കിൽ അത് ലാപ്സ് ആവും. പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് നീട്ടിത്തന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം സാറേ ഒന്ന് പറയും സാറേ എന്ന് പറഞ്ഞാൽ നടക്കൂല അത്. അതുകൊണ്ട് എല്ലാവരും ഒരു 1600 അൾട്രാബറി വാങ്ങി ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു ചായക്ക് പകരം നിങ്ങൾ അൾട്രാബറി കുടിക്കുക ഡെയിലി രാവിലെ.
കുട്ടികൾക്ക് കൊടുക്ക്. അപ്പൊ 1600 അൾട്രാ ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ ആരെയും കൊണ്ട് വിൽക്ക്. പൈസക്ക് അധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ 3000 രൂപ കിട്ടില്ലേ, 1400 വരില്ലേ പോക്കറ്റിലേക്ക് ഇല്ലേ? അപ്പൊ 1400 200 കൂടെ കൂട്ടി ഒരെണ്ണം കൂടെ വാങ്ങും, ഇത് നിങ്ങൾ കുടിക്കും. മനസ്സിലായ? അപ്പൊ കാശ് മുടക്കാതെ കുടിക്കാലോ. ക്ലിയർ? അതുകൊണ്ട് എല്ലാവരും ടീം ലീഡേഴ്സ്, പ്രോഗ്രാം പങ്കുന്ന ലീഡേഴ്സ് പറഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് റീപർച്ചേസ് ചെയ്തോളണം എല്ലാവരും, ഇല്ലെങ്കിൽ അത് LRP വാഷ് ഔട്ട് ആവും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതേപോലെ തന്നെ പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ റീപർച്ചേസിൽ ഈ മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വരും. അത് നമ്മൾ ഉദ്ദേശിക്കാത്ത ഗ്രോസറി ഐറ്റംസ് വരാൻ വേണ്ടി പോവാണ് റീപർച്ചേസിലേക്ക്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് MD യുടെ ഒരു സൂം മീറ്റിംഗ് വൈകുന്നേരം മിക്കവാറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഫോറിൻ ട്രിപ്പ്, തായ്ലൻഡ് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 300ഓളം പേര് അച്ചീവേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ഒരു സന്തോഷ വാർത്തയാണ്. 300ഓളം പേര് അച്ചീവേഴ്സ് ആയിട്ടുണ്ട്. കേരളത്തിൽ എത്ര പേരായി, നിങ്ങളുടെ ടീമിൽ എത്ര പേരായിട്ടുണ്ട് നോക്കുക. കാരണം നമ്മളിവിടെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഈ ഓഗസ്റ്റ് മുതലാണ് നമ്മുടെ എല്ലാം വർക്ക് തുടങ്ങിയിരിക്കുന്നത്, 1 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ലാഗിങ് ഉണ്ടാവും. ഓഗസ്റ്റ് കഴിഞ്ഞു പോട്ടെ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം ഉണ്ട്. ഡിസംബർ 31-ാം തീയതി ആകുമ്പോഴേക്ക് ഒരു 100 കണക്കിന് ആളുകളെ നമുക്കത് അച്ചീവേഴ്സ് ആക്കി മാറ്റണം. ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതാണ് ലീഡർഷിപ്പ് പറഞ്ഞത്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു 4 മാസം 120 ദിവസമുണ്ട്. 120 ദിവസത്തിൽ നമുക്ക് ഏകദേശം 240 പേ ഔട്ട് ഉണ്ടാവും അല്ലെ? 2 കട്ട് ഓഫ് ആണ് ഒരു ദിവസം. 240 പേ ഔട്ട് ഉണ്ടാവും. കേവലം 44 ഫാമിലി ബോണസ് അടിച്ചാൽ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവർ ആണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഞാൻ, അല്ലേ? 120 ദിവസത്തില് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 120 ദിവസത്തിൽ 240 പേ ഔട്ട് ഉണ്ടാവും. അതിൽ 44 ഫാമിലി ബോണസ് അടിച്ചാൽ മതി. എണ്ണിക്കൊണ്ട് അടിച്ചോ, എണ്ണിക്കൊണ്ട് അവിടെ എഴുതി വെച്ചോ. 1, 2, 3, 5 എണ്ണായി. എന്റെ ടീമിൽ എനിക്ക് 10 എണ്ണായി അല്ലേ? അവൾക്ക് എത്രയായി? അവൾക്ക് 5 എണ്ണായി. ഇങ്ങനെ നിങ്ങൾ കണക്കൂട്ടി എഴുതി വെച്ചോളൂ. 44 ഫാമിലി ബോണസ് അടിക്കാൻ വേണ്ടിയിട്ട് ടീമിനെ ഇറക്കുക എന്നുള്ളതാണ് എന്റെ അബാസ്ക. 44 ഫാമിലി ബോണസ് അടിച്ചാൽ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ആയി. അതുകൊണ്ട് ഡിസംബർ 30 ആകുമ്പോഴേക്കും നമ്മുടെ ടീം 100 കണക്കിന് അച്ചീവേഴ്സിന് ഉണ്ടാക്കണം. ജനുവരി 1 തന്നെ നമുക്ക് ആദ്യം ഈ പുതുവർഷം നമുക്ക് തായ്ലൻഡിൽ ആഘോഷിക്കുന്ന രീതിയിൽ ജനുവരി 1 വീക്ക് തന്നെ തായ്ലൻഡിൽ ചെന്ന് പറന്നിറങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നോക്കുക. പിന്നെ എന്റെ ടീമൊന്നും ആരും ഉണ്ടായില്ല, അവർ ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല സാറേ, ഒന്നും ആരും പരാതി പറയണ്ട. അതുകൊണ്ട് എനിക്ക് കുറച്ച് LRP കുറഞ്ഞു പോയി. 100 LRP പോയിന്റും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ആയനെയൊന്നും പറയാൻ നിൽക്കണ്ട. അതുകൊണ്ട് അതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് തന്നെ ടീമിലേക്ക് ഇറങ്ങുക, കൂടുതൽ ആളുകളെ കാണുക, സീ മോർ പീപ്പിൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലൊരു ലീഡേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വെളുപ്പിനെത്തിയത് 4 മണിയായി. ഇവിടെ എത്തിയപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ല, കുറച്ചു നേരം കടന്നതേ ഉള്ളൂ. എന്നാൽ അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്കിപ്പോൾ അടുത്ത പ്രോഗ്രാമിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. രാത്രിയെ പകലാക്കി മാറ്റാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം, ഒരു ആവേശം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വലിയ വിജയം നിങ്ങളെ തേടി വരും. വലിയ ഗോളുകൾ സെറ്റ് ചെയ്യണം, വലിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കണം, വലിയ സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കണം ടീമിന്. അപ്പോഴാണ് നിങ്ങൾ ഒരു യഥാർത്ഥ ലീഡറായിട്ട് മാറുന്നത്. ചെറിയ ചെറിയ സ്വപ്നങ്ങളിൽ ഉടക്കി നിൽക്കാതെ വലിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കണം. മനസ്സൊന്നും കൂടെ വളരട്ടെ, ചിന്തകളൊന്നും കൂടി വളരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സുപ്രഭാതം ധന്യമാക്കിയ ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ ബേട്ടോറി.